ശബരിമല ഇനി ധർമ്മശാസ്ത്ര ക്ഷേത്രമല്ലത്രേ, പകരം അയ്യപ്പസ്വാമി ക്ഷേത്രം എന്നറിയപ്പെടും. മാറ്റം സിമ്പിളാണ്, പക്ഷേ അതിനു പിന്നിലൊരു കുബുദ്ധിയില്ലേ? മലയാളിയുടെ വർത്തമാനകാലത്തിന് വർത്തമാനം. കേരള സമിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് നൈഷ്ഠിക ബ്രഹ്മചര്യത്തിലേക്കുള്ള മാറ്റം, പേരുമാറ്റത്തിൽ പ്രതിഫലിച്ചത് യുവതികളെ ദർശനത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഗൂഢതന്ത്രമായിരുന്നു. 10നും 50 വയസ്സിനും ഇടയിലുള്ള യുവതികളെ ശബരിമലയിലെ ദർശനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് പിന്നിലെ ധർമ്മശാസനങ്ങളുടെ സാധുത എന്താണ്? ട്രാൻസ്ജെൻഡേഴ്സ്, അത് മെയിൽ ടു ഫീമെയിൽ ആണെങ്കിലും ഫീമെയിൽ ടു മെയിൽ ആണെങ്കിലും ശബരിമലയിൽ ഇരുമുടി കെട്ടി ദർശനം നടത്താൻ സാധ്യമാണ്. ഒടുവിൽ മാളികപ്പുറത്തമ്മയെ മലയിറക്കുമോ ഇവർ? കേരള സമിറ്റ് അന്വേഷിക്കുന്നു. മലയിറക്കുമോ മാളികപ്പുറത്തമ്മയെ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. മുൻ ശബരിമല മേൽശാന്തി സെലക്ഷൻ ഇന്റർവ്യൂ ബോർഡ് മെമ്പർ ശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, ശബരിമലയിൽ പ്രവേശിക്കാൻ 50 വയസ്സുവരെ കാത്തുനിൽക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്ന റെഡി ടു വെയിറ്റ് പിന്തുണക്കാരിയും പെൺകൂട്ടം മെമ്പർ അംഗവുമായ ശ്രീമതി ഷീബ ഗോപാൽ, അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീമതി കെ ലതിക, കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറും സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി നിർമ്മല കുട്ടികൃഷ്ണൻ, ഒപ്പം റെഡി ടു വെയിറ്റ് പ്രവർത്തകരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, യഥാർത്ഥത്തിൽ ഇനി നമ്മൾ ധർമ്മശാസ്താവിനെ കാണാൻ ആണോ പോകേണ്ടത്, അയ്യപ്പസ്വാമിയെ കാണാനാണോ പോകേണ്ടത്? ഉത്തരവിൽ പറയുന്നത് ധർമ്മശാസ്താവിലേക്ക് അയ്യപ്പസ്വാമി വിലയം പ്രാപിക്കുകയാണ് ചെയ്തത് എന്നാണ്. പക്ഷെ ഒരു സാങ്കേതികമായ പ്രശ്നമുള്ളത്, അയ്യപ്പസ്വാമിയാണ് ശബരിമലയിലെ പ്രതിഷ്ഠയെങ്കിൽ സുപ്രീം കോടതിയിലുള്ള കേസിൽ സ്ത്രീകൾ തോക്കും. കോടതിയിൽ ശാസ്താവ് എന്നുള്ള ഭാര്യയും കുട്ടിയോടും കൂടി മാത്രമാണ് ശാസ്താവ് എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ശാസ്താവിനല്ലാത്ത ധ്യാനങ്ങൾ ധാരാളമുണ്ട്, അല്ലാത്ത ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ നൈഷ്ഠിക ബ്രഹ്മചാരി ഇതിൽ ആരാണ്, അല്ലെങ്കിൽ ഏത് ഭാവമാണ് എന്ന് ചോദിച്ചാൽ അത് അയ്യപ്പസ്വാമിക്കാണോ ഇണങ്ങുക, ധർമ്മശാസ്താവിനാണോ? അല്ല, ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞാൽ നൈഷ്ഠിക ബ്രഹ്മചര്യമാണ് ശബരിമലയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ധർമ്മശാസ്താവിന്റെ പൂർണ്ണ പുഷ്കലായിട്ട് വേറെ ധ്യാനമുണ്ട്. ആര്യങ്കാവിലുള്ള അയ്യനും ശബരിമലയിലുള്ള അയ്യപ്പനും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ആര്യങ്കാവിലെ ബാലശാസ്താവാണോ എന്ന് എനിക്കറിയില്ല. ബാലശാസ്താവല്ല, കുളത്തൂപ്പുഴയാണ് ബാലശാസ്ത്രം. ആര്യങ്കാവിൽ വേറൊരു ശാസ്ത്ര സങ്കല്പമാണ്. അത് രണ്ടും വ്യത്യാസമുണ്ട്. ശാസ്താവ് എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ എന്ന് പറഞ്ഞാലും അർത്ഥം കൊണ്ട് ഒരു വ്യത്യാസമില്ല. മലയാള ഭാഷയാണ്. പേരുമാറ്റം വേണമായിരുന്നു എന്നാണോ താങ്കളും പറയുന്നത്? പേരുമാറ്റം രണ്ടുപേര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെ സാർവത്രികമായ ഒരു പേരാവാം എന്നുള്ളത് നല്ല കാര്യമാണ്. അല്ലാതെ ഇതിന് പിന്നിൽ ഇങ്ങനെ ഗൂഢോദ്ദേശം ഉണ്ടെന്ന് താങ്കൾ കരുതുന്നു? എനിക്കറിയില്ല. റൈറ്റ്. ഞാൻ വരുന്നു. ഷീബ ഗോപാൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ റെഡി ടു വെയിറ്റ് എന്ന സംഘടന കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നത് 50 വയസ്സ് വരെ? വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അമ്പലങ്ങൾ, അവിശ്വാസികൾക്കുള്ളതല്ല. അപ്പോൾ ഒരു ഇപ്പൊ പറഞ്ഞു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞു. എന്തിനാണ് അവിടേക്കുള്ള ഏറ്റവും വലിയ വ്രതവും ബ്രഹ്മചാര്യമാണ്. അങ്ങനെ ബ്രഹ്മചര്യ വ്രതം എടുത്തു പോകുമ്പോൾ എന്തിനാണ് അത്തരം സ്ത്രീകൾ, അത്ര ചെറുപ്പക്കാരികളായ സ്ത്രീകളും അവിടെ നമ്മൾ കുളിച്ചു കയറിനോടൊക്കെയാണ് തൊഴാൻ പോകുന്നത്? ആ ഒരു വേഷത്തിൽ പോയി ആ ബ്രഹ്മചര്യം മുടക്കാൻ ഒരു നിമിത്തമാവേണ്ട ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. കുളിച്ച് ഈറണിഞ്ഞ് 10നും 50നും വയസ്സിൽ പ്രായമുള്ള യുവതി പോയാൽ ബ്രഹ്മചര്യം മുടങ്ങും? ഇല്ല, അങ്ങനെയല്ല അതിന്റെ ഉദ്ദേശം. നമ്മൾ അതൊന്നും വേണ്ട, 2 വയസ്സ് കുട്ടീനെ വരെ പീഡിപ്പിക്കുന്ന കാലമാണ്. ആവശ്യമില്ല. പക്ഷേ ഉണ്ട് പറയാം. നമ്മൾ നോൻപിടിക്കുന്ന കാലങ്ങളിൽ ഒരു ഹോട്ടലിലും ഭക്ഷണം കൊടുക്കാറില്ല, എസ്പെഷ്യലി മലപ്പുറം ജില്ലയിൽ. എന്തുകൊണ്ടാണ്? ആരും കൊടുക്കാറില്ല. ഹോട്ടലുകൾ കൊടുക്കില്ല, മലപ്പുറം ജില്ലയിൽ കൊടുക്കില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് എടുക്കുന്നവരും കൊടുക്കില്ല, എടുക്കാത്തവർക്കും കൊടുക്കില്ല. അപ്പൊ അങ്ങനെ ബ്രഹ്മചര്യ വ്രതം എടുത്തിട്ടാണ് ബ്രഹ്മചര്യായി അയ്യപ്പനെ തൊഴണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടൊരു വിശ്വാസിക്ക് വെയിറ്റ് ചെയ്തുകൂടാ? ഈ വിശ്വാസിയായ 35 വയസ്സുകാരിക്ക് വെയിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ ഒരിക്കലും അതിനെ കടുംപിടുത്തം പിടിക്കില്ല. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു വിശ്വാസം, അതല്ലാണ്ട് പോകുന്ന ഇഷ്ടം പോലെ അയ്യപ്പ ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകണമെന്ന് പറയുന്നത് വാശിയുടെ ഭാഗമായിട്ടാണ് കാണുന്നത്, വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് ശ്രീമതി കെ ലതിക, പൊതുവെ ഇടതുപക്ഷം, ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പേരുമാറ്റം അംഗീകരിക്കില്ല എന്നാണ്? ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന പുതിയ അഫിഡവിറ്റ് പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രവേശനമാകാമെന്നാണ്. ഇവിടെ ആചാരങ്ങളും വിശ്വാസങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഒരു കാലത്ത്
ക്ഷേത്രങ്ങളിലൊന്നും അയിത്തജാതിക്കാരനെ പ്രവേശിപ്പിക്കാതിരുന്നത്. ഈ അയിത്തജാതിക്കാർക്കായാലും സ്ത്രീകൾക്കായാലും ഇവർ ഇന്നിപ്പോൾ ഷീബ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ ആരാണ് ഈ നിയമം ഉണ്ടാക്കിയുള്ളത്? ഈ നിയമം ഈ നിയമമൊന്നും ഉണ്ടാക്കുന്നിടത്ത് അല്ലെങ്കിൽ ഈ ചിട്ടകൾ ആചാരങ്ങളൊന്നും വെക്കുന്നിടത്ത് സ്ത്രീക്ക് അല്ലെങ്കിൽ അയിത്തജാതിക്കാരൻ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ അവിടെ എവിടെയും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വിശ്വാസമുള്ളവരാണല്ലോ ക്ഷേത്രത്തിൽ പോവാം. പേര് മാറ്റുന്നത് കൃത്യമായിട്ട് തന്നെ ഈ നിലനിൽക്കുന്ന കേസിൽ ഗവൺമെൻറ് കൊടുത്ത അഭിപ്രായത്തെ മറികടക്കാൻ വേണ്ടിയാണ് പേരുമാറ്റം ഉണ്ടായത്. അല്ലാതെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നിടത്ത് സ്ത്രീകൾക്ക് പ്രവേശനം പാടില്ല, അത് നിലനിൽക്കുന്നത് കൊണ്ടാണെന്ന് പറയുന്ന ആളുകൾ അന്ന് നിലനിൽക്കുന്ന പേരുമാറ്റം എങ്ങനെ അംഗീകരിക്കുന്നത്? ശബരിമലയിൽ അയ്യപ്പന്റെ സന്നിധാനത്ത് 18-ാം പടി ചവിട്ടാനല്ലാതെ മാളികപ്പുറത്തമ്മയുടെ സവിധത്തിലേക്ക് എല്ലാ സ്ത്രീകൾക്കും പോകാം എന്ന് വെച്ചാലോ? അല്ല, അവിടെ ഇത് വെക്കാനുള്ള കാരണം വേറെ ഒന്നാണ്. അവിടെ ഇത് ശബരിമലയിലെ പമ്പയിൽ നിന്ന് അങ്ങോട്ട് പ്രവേശനം വേണ്ടാന്ന് പറയാനുള്ള കാരണം പമ്പ മുതൽക്കുള്ള സ്ഥലം തന്നെ ശബരിമല ക്ഷേത്രത്തിൻ്റെ പരിധിയിൽപ്പെട്ട വിഷയമാണ്. ശബരിമലയാണ് അവിടുത്തെ പ്രധാന ദേവത. അയ്യപ്പനാണ് പ്രധാന ദേവൻ. അവിടുത്തെ ഒരു അത്രയും തുല്യ പ്രാധാന്യത്തോടു കൂടി ഒരു ഉപക്ഷേത്രമായിട്ട് മാത്രമാണ് മാളികപ്പുറത്തമ്മ ഉള്ളത്. ശബരിമലയിൽ നട തുറക്കുന്നില്ല, മാസത്തിൽ 5 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് മാളികപ്പുറത്തും അതേ ഉള്ളൂ, കൊച്ചുകടുത്തയിലും അതേ ഉള്ളൂ. വിദ്യാബാലകൃഷ്ണൻ, നോക്കൂ, ഇങ്ങനെ ഉപക്ഷേത്രങ്ങളായും ഉപവിഭാഗമായും ഉപലിംഗമായും സ്ത്രീകളെ മാറ്റുന്നതിനുള്ള ഏറ്റവും നല്ല അടുത്ത കാലത്തെ ഉദാഹരണങ്ങളിൽ ഒന്നാണോ ഈ പേരുമാറ്റം? ഈ പേരുമാറ്റത്തെ സംബന്ധിച്ച് നമുക്ക് പേര് മാറ്റുന്നതിനോടോ അല്ലെങ്കിൽ ഈ നിലവിലുള്ള പേര് തുടരുന്നതിനോടോ അതിൽ യാതൊരു അഭിപ്രായമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസവും ഇല്ല. കാരണം അത് സ്വാഭാവികമായിട്ടും ബോർഡിനോ ഗവൺമെൻറ്റിനോ എടുത്ത് തീരുമാനിക്കാവുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വാദം അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ആളുകൾ അയ്യപ്പ ദർശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശബരിമലയിൽ കയറി ചെല്ലുവാനും അവിടെ പ്രതിഷ്ഠാമൂർത്തിയെ കാണുവാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ഞാൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. ശ്രീമതി നിർമ്മല കുട്ടിക്കൃഷ്ണൻ, നമ്മൾ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. മാളികപ്പുറത്തമ്മയുടെ പ്രായം 10-നും 50-നും വയസ്സിനിടയ്ക്കാണെങ്കിൽ അവിടെ നിലവിൽ സ്ത്രീ സാന്നിധ്യമുണ്ട്. ഒരു യുവതിയുടെ സങ്കല്പത്തിലെങ്കിലും ഒരു സ്ത്രീ സാന്നിധ്യമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് യാഥാർത്ഥ്യത്തിലുള്ള 10-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം നിഷേധിക്കുന്നത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ മന്ത്രങ്ങൾ മാത്രമല്ല, താന്ത്രികമായിട്ടുള്ള ചില വ്യവസ്ഥകൾ കൂടിയുണ്ട്. ഓരോ ക്ഷേത്രത്തിലും നേരത്തെ തിരുമേനി പറഞ്ഞതുപോലെ തന്നെ അവിടെ എന്താണോ വിഗ്രഹം അതിന് പ്രധാനപ്പെട്ട ചില ധ്യാന ശ്ലോകങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് അവിടെ പൂജിക്കുക. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പസ്വാമിയുടെ ധ്യാന ശ്ലോകം ചൊല്ലിയിട്ടായിരിക്കണം, മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് അവിടെ നടത്തുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ക്ഷേത്രങ്ങളിൽ പോകണം അല്ലെങ്കിൽ ഈശ്വരന് വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു ബഹളമോ വിപ്ലവമോ നടത്തിയിട്ടല്ല, നമ്മുടെ മനസ്സമാധാനത്തിന് നമ്മുടെ മനസ്സംതൃപ്തിക്കുമാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത്. ഒരുപാട് അയ്യപ്പ ക്ഷേത്രങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്ത്രീകൾക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ എൻ്റെ മുന്നിൽ സംസാരിച്ചവർ പറഞ്ഞതുപോലെ തന്നെ പണ്ട് കാലത്ത് അവിടെ പോകാതിരുന്ന ഒരു 10-40 കിലോമീറ്റർ ഈ കാട്ടിലൂടെ നടക്കുമ്പോഴുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരുടെ പീരിയഡ്സ് കാലഘട്ടം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു എനർജി അവർക്ക് തന്നെ സ്വയം അവരുടെ സ്വഭാവത്തിൽ തന്നെ ക്യാരക്ടറിൽ തന്നെ വളരെയധികം മാറ്റമുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. അതേപോലെ അത്തരത്തിലുള്ളൊരു നെഗറ്റീവായിട്ടുള്ള എനർജി ഒരു ക്ഷേത്രത്തിലെ ആ വിഗ്രഹത്തെയും മന്ത്രങ്ങളും അതൊക്കെയായിട്ട് പൂജിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്ന, ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് ഒരു ചൈതന്യം അവിടെയുണ്ട്. ആ ചൈതന്യത്തിലേക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി കൊടുക്കാൻ അത് ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ട് വിശ്വാസി എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം നിർമ്മല കുട്ടിക്കൃഷ്ണൻ, ഈ ആർത്തവം ഒരു നെഗറ്റീവ് എനർജിയാണ് എന്ന് തുടങ്ങിയ ക്ലീഷകളിൽ ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നു? ഞങ്ങൾ വിശ്വസിക്കുക. കാരണം അതിന്റെ സയന്റിഫിക്കലായിട്ടുള്ള ബേസിസ് ഉണ്ട് സർ, സയന്റിഫിക്കലായിട്ടുള്ള ബേസിസ് ഉണ്ട്. ഈ കുട്ടികളിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ നടത്തിയ പഠനത്തിൽ അവർ പറയുന്നുണ്ട് വളരെയധികം അവരുടെ ക്യാരക്ടറിൽ മാറ്റം വരുന്നുണ്ട്. ഒരു തരത്തിലുള്ള ദേഷ്യവും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒക്കെ ഈ കുട്ടികൾ കാണിക്കാറുണ്ട് എന്ന്. ഈ മറ്റേ നൂലുണ്ടാക്കുന്ന നൂൽപ്പുഴു ഉണ്ടല്ലോ, ഈ നൂൽപ്പുഴുവിൻ്റെ അടുത്തേക്ക് ഈ ആർത്തവ സമയത്ത് ചെന്ന്, ഇതൊക്കെ സയന്റിഫിക്കൽ സ്റ്റഡീസിന്റെ ബേസിസിലാണ് സാർ പറയുന്നത്, അന്ധവിശ്വാസത്തിന്റെ ബേസിസിലല്ല പറയുന്നത്. അത് അവിടെ നാശമുണ്ടാക്കുന്നു ആ നൂൽപ്പുഴുവിനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബുക്ക് വേണമെങ്കിൽ കാണിച്ചു തരും. അങ്ങനെയാണെങ്കിൽ ആർത്തവമുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിൽ ജോലി എടുക്കാനേ പറ്റില്ലല്ലോ. എന്തുകൊണ്ട്? ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്നില്ലേ? കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ? ബ്രേക്കിലേക്ക് പോകുന്നു, ഇടവേളയ്ക്ക് ശേഷം. ശബരിമലയിലെ ധർമ്മശാസ്താവിന്റെ പേര് അയ്യപ്പസ്വാമി എന്നാക്കി മാറ്റുന്നതിന് പിന്നിലെ ഗൂഢാലോചന എന്ത് എന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഒരു ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമിയെ പ്രതിഷ്ഠിക്കണമെന്നുള്ള ഒരു വാദമാണ് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതല്ല, അത് കേവലം പേരുമാറ്റമാണെന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. രണ്ടാം ഭാഗം നമ്മൾ പോകുന്നത് ചർച്ചയുടെ തുടർച്ചയായി നേരത്തെ ശ്രീമതി നിർമ്മല കുട്ടിക്കൃഷ്ണൻ പറഞ്ഞ അതേ വാചകം ലതികയ്ക്ക് വിട്ടു നൽകുന്നു മറുപടി പറയാനായിട്ട്. ഇതാണ് യഥാർത്ഥത്തിൽ
ആർത്തവം തന്നെയാണ് ശബരിമലയിലെ യുവതികളുടെ പ്രവേശനം നിഷേധിക്കാനുള്ള കാരണമായി പറയപ്പെടുന്നത്. ജൈവപരമായിട്ട് നമുക്കുണ്ടാവുന്ന ഒരു സംഗതിയെ എങ്ങനെയാണ് നെഗറ്റീവ് എന്ന് പറയാ? അറിയേണ്ടത് യഥാർത്ഥത്തിൽ 10-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കരുത് എന്ന് നിലപാടെടുത്തതിന് പിന്നിലുള്ളത് നേരത്തെ നിർമ്മല സൂചിപ്പിച്ചതുപോലെയുള്ള ബയോളജിക്കലായ ജൈവപരമായ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണോ? അല്ല, അതിന് ധാരാളം കാരണങ്ങളുണ്ട്. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ഒരു കണ്ണുകൊണ്ട് ഒരു രീതിയിൽ കാണാൻ നമുക്ക് കഴിയില്ല. ശബരിമല പ്രതിഷ്ഠാ സമയത്ത് നിശ്ചയിച്ച ചില നിത്യനിദാന ഉണ്ട്. അവിടുത്തെ പൂജകൾ എങ്ങനെ വേണം, അവിടെ വിഷയങ്ങൾ എങ്ങനെ വേണം. ഇനിയിപ്പോൾ വേറൊരാൾ പറയുകയാണ് എനിക്ക് തലച്ചോടെടുത്ത് കയറാൻ വയ്യ, ഇരുമുടിക്കെടുത്ത് കയറാൻ വയ്യ, ഒരു ബോട്ടിൽ നെയ്യ് വാങ്ങി അഭിഷേകത്തിന് കൊടുത്താൽ പോരെന്ന് ചോദിച്ചാൽ അത് മതിയെന്ന് പറയാൻ പറ്റുമോ? പ്രത്യുൽപാദന ശേഷിയുള്ളവളാകുന്ന സ്ത്രീയെ എന്തുകൊണ്ട് നിരോധിക്കണം? അവരൊരിക്കലും വിരുദ്ധരല്ല. ഈ സങ്കല്പത്തിലെ ഈ ധ്യാനത്തിലുള്ള വിഷയം ഈ സങ്കല്പത്തിലും ആയതുകൊണ്ട് അവിടുത്തെ ആചാരത്തിൽ മാത്രം അവർ നിഷിദ്ധരാണെന്നേ ഉള്ളൂ. അവിടെ ദർശനത്തിന് പ്രശ്നമല്ല. അല്ല, ദർശനത്തിന് അവർ പ്രവേശിക്കാൻ പാടില്ല. അവർ മറ്റുള്ള ദിക്കിലൊന്നും ഇവര് നിഷേധിക്കുന്നില്ലല്ലോ. ഷീബ എങ്ങനെ ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇത്തരം വലിയ പ്രമാണ ഗ്രന്ഥങ്ങളുടെ വിശ്വാസത്തിലാണോ നിങ്ങൾ യഥാർത്ഥത്തിൽ? എന്റെ വിശ്വാസത്തില് ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ അത് രജസ്വലയാവുന്നതിന്റെ മുന്നേ പോവാം. എന്റെ സംശയം അതല്ല ഷീബ. നിലവിൽ കേരളത്തിൽ വിശ്വാസികളായ ഹിന്ദു സ്ത്രീകൾ രജസ്വലയാവുന്ന അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ പീരീഡിൽ അമ്പലത്തിൽ പോകാറുണ്ടോ? ഇല്ല. ശബരിമലയിൽ അത് തീരുമാനിച്ച പോരെ? അല്ല, അതും പറയാം. ഈ രജസ്വലയായെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് ആ ഒരു പ്രായത്തിന്റെ കാലഘട്ടം പറഞ്ഞു. ഞാനിപ്പോഴും ആ പറയുന്നോട് തന്നെ നിൽക്കുന്നത്. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ ദർശിക്കാൻ പോകുമ്പോൾ അവിടേക്ക് എടുക്കേണ്ട ബ്രഹ്മചാര്യ വ്രതമാണ് എടുക്കേണ്ടത്. ഇപ്പൊ നേരത്തെ ചോദിച്ചു അങ്ങനെ പറയാം, ഞാൻ പറയാം. അങ്ങനെ അങ്ങോട്ട് പോയാൽ അത് തെറ്റോന്ന് ചോദിച്ചു. ഇവിടുന്ന് പോകുന്നവരെല്ലാവരും കുടുംബസ്ഥരാണ് പോകുന്നത്. കുറച്ച് കാലത്തേക്ക് 40 ദിവസത്തെ മണ്ഡല വ്രതം എടുത്തിട്ടാണ് പോകുന്നത്. ഒരു വ്രതം മുടക്കേണ്ട ബുദ്ധിമുട്ട് ആർക്കുമില്ല. ഒരു സ്ത്രീക്ക് വ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ഈ പീരീഡ്സ് കാലഘട്ടത്തിൽ ഞങ്ങൾ ആരും അങ്ങനത്തെ വ്രതങ്ങൾ നോൽക്കില്ല. വിശ്വാസികൾക്ക് അപ്പോഴും ഞാൻ വിശ്വാസിന്ന് പിന്നെ എടുത്ത് പറയാണ്, നോൽക്കാറില്ല. നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ എത്രയൊക്കെ പറഞ്ഞാലും ആ കാലഘട്ടങ്ങളിൽ ശാരീരികമായ കുറെ പ്രശ്നങ്ങളുണ്ടാവും. ഈ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവരെല്ലാവരും അതേ പറയുള്ളൂ. നെഗറ്റീവ് എനർജി ഉണ്ടാവും. ഈ പീരീഡ്സ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സിൽ നേരത്തെ പറഞ്ഞ വിഷയം തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്. അതിന് ലൈംഗികപരമായ ഇതിന് പ്രാപ്തരായ ഒരു സ്ത്രീ എന്നാവും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിലാണ് അല്ലെങ്കിൽ ഒരു വയസ്സായ ഒരു സ്ത്രീ എന്ന പുരുഷന്റെ ബ്രഹ്മചര്യത്തെ അതാണ് ഞാൻ മനസ്സിലാക്കിയത്. പുരുഷന്റെ പ്രശ്നമാണ് പറയട്ടെ. അങ്ങനെ പുരുഷൻ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആറ്റുകാൽ പൊങ്കാല സ്ത്രീകൾ മാത്രമാണ് ഇടുന്നത്. ഒരു പുരുഷന്മാരും പോയി ഇടുന്നില്ല, സ്ത്രീകളാണ് അവിടെ ഇടുന്നത്. അങ്ങനെ എന്തുകൊണ്ട് ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ? ഒരു പ്രമാണ ഗ്രന്ഥവും പുരുഷൻ ആറ്റുകാലിൽ പൊങ്കാല നിഷേധിച്ചിട്ടില്ല. നമ്മുടെ വിശ്വാസങ്ങളെ തകർത്തുകൊണ്ട് അവിടേക്ക് ഒരു വാശി പിടിച്ച് നമുക്ക് പോകേണ്ട ഒരു ആവശ്യം. സതി അനുഷ്ഠിച്ചപ്പോൾ ഇതേ കാര്യം തന്നെയല്ലേ പറഞ്ഞത്? ഭർത്താവ് മരിച്ച ഭാര്യ ചിതയിൽ ചാടി ചാവുക എന്നുള്ള അത് ഭർത്താവിനോടുള്ള ആ സ്നേഹം അന്ന് അങ്ങനെ കാണിച്ചതാണ്. അത് പിടിച്ചു കൊണ്ടുപോയി തള്ളിയിട്ടുണ്ടായിരുന്നു ആവാത്ത ആൾക്കാർ. അത് നിർത്തലാക്കുന്നതിന് നമുക്ക് അത് നിർത്തലാക്കണം തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോഴും എടുത്ത് ആത്മഹത്യ ചെയ്താൽ കുഴപ്പമില്ലെന്നാണോ പറയുന്നത്? ആത്മഹത്യ ചെയ്തോട്ടെ, അതാണ് ഇഷ്ടമല്ലേ? 35 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പറയാണ് ആ കുട്ടിക്ക് പോകണം. അപ്പൊ വിദ്യ പറയാണ് വിദ്യക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ചെറുപ്പകാലഘട്ടത്തിൽ പോയിട്ടുണ്ട്. പോകാനുള്ള പ്രവേശന അനുമതി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ ബാച്ച് പോകും. ആദ്യത്തെ ബാച്ച് പോകും. വിദ്യയോട് ഒരു കാര്യം ചോദിക്കാൻ താല്പര്യപ്പെടാൻ പോകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നേരത്തെ പറഞ്ഞ സമയത്ത് പീരീഡ്സ് സമയത്ത് വിദ്യ അമ്പലത്തിൽ പോകാൻ ഈ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകള് മാസമുറ സമയത്ത് അമ്പലങ്ങളിൽ പോകാറില്ല. തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കൺസെപ്റ്റിന്റെ ഭാഗമായിക്കൊണ്ട് പോയിട്ടില്ല. പക്ഷെ അതിൽ വേറൊരു കാര്യം, ഈ 41 ദിവസവും അല്ലെങ്കിൽ ഈ മണ്ഡല വ്രതം നടക്കുന്ന 41 ദിവസവും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ ആർത്തവ പീരീഡ് ആയിരിക്കില്ല. അത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ദിവസങ്ങൾ നമുക്ക് അനുവദീയമായിട്ടുള്ള കാലഘട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ നിങ്ങളിപ്പം മറ്റു ക്ഷേത്രങ്ങളിൽ ഈ ദിവസങ്ങളിൽ പോകുന്നില്ല, ബാക്കിയുള്ള ദിവസങ്ങളിൽ പോകുന്നില്ലേ? അതേപോലെ തന്നെ 41 ദിവസത്തെ മണ്ഡല വ്രതമാണ് അയ്യപ്പൻ എടുക്കുന്നത്. 41 ദിവസത്തില് 2 തവണെങ്കിലും മിനിമം പീരീഡ് ആവും. അപ്പൊ ഈ 41 ദിവസം നോക്കൂ, യഥാർത്ഥത്തിൽ ഈ 41 ദിവസത്തിനിടയിൽ സ്ത്രീ സ്വാഭാവികമായും രജസ്വലയാവും എന്നറിയുന്നത് കൊണ്ടാണ് 41 വന്നത് എന്നൊരു ആരോപണമുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ 28 ദിവസം കഴിയുമ്പോൾ സ്ത്രീ രജസ്വലയാവുന്നത് കൊണ്ട് എങ്ങനെയാണ് വ്രതം മുടങ്ങുന്നത്?
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ഞാനത് തുറന്നു തന്നെ പറയാം. അല്ല ഞാൻ വ്യക്തമായി അല്ല ഞാൻ മനസ്സിലാക്കിയ ഒരു രീതി അനുസരിച്ച് എന്ത് സാധനം നമ്മുടെ അകത്തിരിക്കുമ്പോൾ അത് വിസർജ്യമല്ല. ഇത് വിസർജ്യത്തിന് വെച്ച് കെട്ടിക്കൊണ്ട് നടക്കുമ്പോ അത് വിസർജ്യം തന്നെയാണ്. രക്തം എന്നല്ല, അത് രക്തമാണെങ്കിൽ ഒരു ചെറിയ കുട്ടി അമ്പലത്തിൽ പോയി മൂത്രം ഒഴിച്ചാല് അവിടെ പുണ്യശുദ്ധി ചെയ്യും. അത് വൃത്തികേടാണ്. അത് നമ്മുടെ പ്രത്യേകിച്ചും കേരളത്തിലെ അമ്പലങ്ങളിൽ അപ്പൊ 41 ദിവസം വ്രതം എടുക്കുന്ന ഓരോ അയ്യപ്പ ഭക്തനും വിസർജ്യം പുറത്തേക്ക് വിടാൻ പറ്റില്ലല്ലോ. വിസർജ്യം ഉണ്ടാവില്ലയോ? അതല്ല പറഞ്ഞേ, വിസർജ്യം ഉണ്ടാവില്ല എന്നല്ല, വിസർജ്യം ശരീരത്തിൽ വെച്ച് കെട്ടി നടക്കുന്നില്ല എന്നാ പറഞ്ഞത്. മനസ്സിലാവണല്ലോ. ക്ഷേത്രത്തിലേക്ക് കയറുന്നതാണ് പറയുന്നത്. മാത്രല്ല സർ, ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു പള്ളിയില് നിസ്കരിക്കാൻ പോകുമ്പോ നഖം മുതൽക്ക് വൃത്തിയാക്കിയിട്ടേ അവർ ആ പള്ളിക്കകത്ത് കയറുള്ളൂ, നിസ്കരിക്കുള്ളൂ. ഈ മറ്റേ വൃത്തിയാക്കിയിട്ട് എവിടെ വേണമെങ്കിലും അവർക്ക് വൃത്തിയുള്ള സ്ഥലത്ത് നിന്നിട്ട് നിസ്കരിക്കാം. പല പള്ളികളിലും സ്ത്രീകളെ കയറ്റാത്ത പള്ളികളും ഉണ്ട്. നമ്മൾ ബഹളമൊന്നും വെക്കുന്നില്ല. ചില ആചാരങ്ങൾക്കനുസരിച്ച് താന്ത്രികമായിട്ടുള്ള സർ, എത്ര സ്ത്രീകൾ ഇതിപ്പോ ഈ ഒരു ഇഷ്യൂല് ബഹളം വെക്കുന്നുണ്ട് സർ. അവർക്കല്ലേ സ്ത്രീകൾ വിപ്ലവം ആചാരത്തിന്റെ പേരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ആചാരത്തിന്റെ പേരിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അവിടുത്തെ ആചാരങ്ങളിലോ ഇന്ന് വരെ മാറ്റം വരുത്തിയിട്ടില്ല. തിരുമേനിയോട് ചോദിക്കൂ. ഗുരുവായൂരില് അവിടെ പ്രവേശനം പൂജാവിധികളും ചുരിദാറിട്ടിട്ട് തൊഴാൻ ചെല്ലുന്നതും വ്യത്യാസമുണ്ട് സാർ. അത് ആദ്യം മനസ്സിലാക്കൂ. തൊഴാൻ ചെല്ലുന്ന ഞങ്ങളുടെ വേഷവിധാനങ്ങളും അവിടുത്തെ പൂജാക്രമങ്ങളും വ്യത്യാസമുണ്ട്. ശബരിമലയിലും പറഞ്ഞതുപോലെ ആ പൂജാ സംവിധാനങ്ങളിലും ആചാരങ്ങളിലും വിസർജ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആർത്തവല്ല, വിസർജ്യം കെട്ടിയിട്ടാണ് എല്ലാ മനുഷ്യരും കൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം ആ സമയത്ത് നിഷേധിക്കുന്നത്. ശരീരശുദ്ധി എന്നുള്ളതാണ്. മനസ്സിന്റെ ശുദ്ധിയും ശരീരശുദ്ധിയുണ്ട് സാർ. എന്റെ സംശയമല്ല, ഈ സ്ത്രീ ആർത്തവയാവുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ആർത്തവ സമയത്തുള്ള സ്ത്രീയുടെ ശരീരം അശുദ്ധമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആർത്തവ രക്തം മാത്രമല്ല, കയ്യോ കാലോ മുറിഞ്ഞ് ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാറുണ്ടല്ലോ. സമ്മതിച്ചു. ശബരിമല ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു അയ്യപ്പ ഭക്തൻ വഴിയിൽ ഒരു വാഹനാപകടത്തിൽ പെട്ടാൽ അദ്ദേഹത്തിന് ശബരിമല പോകാൻ പറ്റൂല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിയർപ്പ് എന്ന് പറയുന്നത് മുള്ളുകൊണ്ട് ഒരു മിനിറ്റ് എന്റെ സംശയം, ഒരു മുള്ളുകൊണ്ട് ശബരിമല ശബരിമല ക്ഷേത്രത്തിലേക്ക് മല ചവിട്ടുന്ന ഒരാളുടെ കാലിൽ മുള്ളുകൊണ്ട് രക്തം വന്നാൽ അയാൾ എന്താണ് ചെയ്യേണ്ടത്? ബ്ലീഡിംഗ് നിൽക്കണം. അത് തന്നെയല്ലേ മെൻസ്ട്രേഷൻ ചെയ്യുന്ന സ്ത്രീകൾക്കും വേണ്ടി. വ്യത്യാസമില്ലേ സാർ? ഇത് ഞാൻ ചോദിക്കട്ടെ, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സംവാദങ്ങൾ പറഞ്ഞോ. ഇങ്ങനെ സ്ത്രീകൾ ഇപ്പം അവിടെ പോകണം എന്ന് പറഞ്ഞു വാശി പിടിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, വടക്കു ഭാഗത്തു കൂടി വേണമെങ്കിൽ അമ്പലത്തിൽ പോവാം, അയ്യപ്പനെ കാണാം. തിരുമുടി കെട്ടെടുത്തുകൊണ്ട് പോവാൻ പറ്റില്ല, അതാണ്. പക്ഷെ അത് എന്റെ സംശയം അതാണ്. ആ വാദത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ? അതായത് 18ാം പടി ചവിട്ടണമെങ്കിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ ആവരുത്. അല്ലാതെ പിൻവാതിലിലൂടെ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? പ്രവേശിക്കുന്നുണ്ടല്ലോ. പമ്പ മുതൽ 10നും 50നും വയസ്സിനിടയ്ക്ക് ഒരു ഒറ്റയാളും കയറ്റി വിടത്തില്ല. മാത്രമല്ല, ഒരു മാത്രവുമല്ല, ശബരിമല പോയിട്ടുണ്ട്. പമ്പയിൽ നിങ്ങൾ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലാണെന്ന് നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം നോക്കി ഒരു സ്ത്രീയുടെ ആത്മാവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പരിശോധന നടക്കുന്നത്. റൈറ്റ്, ഞാൻ വരുന്നു. നോക്കൂ, ഈ പോകുന്നില്ല. പക്ഷെ ഈ ചേച്ചി പറയുന്ന ഒരു വാദമുണ്ട്. നിങ്ങൾ 18ാം പടി ചവിട്ടുന്നതിൽ നിന്ന് അവരെ വിലക്കിക്കോളൂ, പക്ഷേ പുറത്തുകൂടി നിങ്ങൾ അവർ വരുന്നതിന് എന്തിനെ എതിർക്കണം? 18ാം പടിക്കല്ല വിഷയം, ആ ക്ഷേത്ര പ്രവേശനത്തിന്റെ വിഷയത്തിലാണ് അവിടുത്തെ ആചാരങ്ങൾ നിശ്ചയിച്ചത്. വേറെ വഴിക്ക് പുറകിൽ വശത്ത് വരും അല്ലെങ്കിൽ ഏറെ വഴി ഇറങ്ങുന്ന കാര്യമല്ല. ആ ക്ഷേത്ര സങ്കേതത്തിൽ പ്രവേശനം, അവിടെ ദർശനം, ആ വിഷയത്തിലാണ് അത് ഒരു ചിട്ട വെച്ചത്, ഒരാചാരം വെച്ചത്. അത് ആചരിച്ച് വരിക എന്നുള്ളതാണ്. വിദ്യ ഇപ്പൊ പറഞ്ഞല്ലോ, വിദ്യക്ക് പോകണം, ശബരിമലയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. ഈ വിധി വന്നാൽ പോകുന്ന ആദ്യത്തെ ബാച്ചിൽ
വിദ്യ ഉണ്ടാവും എന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഇവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്, ഒരു വിശ്വാസിയായ വിദ്യക്ക് എങ്ങനെ അത് സാധ്യമാവുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഈശ്വര വിശ്വാസിയെ സംബന്ധിച്ച് എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധർമ്മശാസ്ത്രാവിനെ ആണെങ്കിലും അയ്യപ്പസ്വാമിയെ ആണെങ്കിലും കാണുക എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റും ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മാലിന്യം അല്ലെങ്കിൽ വിസർജ്യം എന്ന് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു വന്നതും നേരത്തെ 3 ദിവസങ്ങളിൽ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ വിസർജ്യം നമ്മുടെ ശരീരത്തിൽ പേറിക്കൊണ്ടിരിക്കാത്ത സമയത്താണെങ്കിലും നമുക്ക് ഈ പറയുന്ന നമുക്ക് അനുകൂലമായിട്ടുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശബരിമലയാണെങ്കിലും ഏത് ദൈവസന്നിധിയിലാണെങ്കിലും കയറി ചെല്ലാം എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ ഉന്നയിക്കുന്ന വാദം. ആചാരങ്ങൾ കാലസ്ഥിതി അനുസരിച്ച് മാറ്റാം, പക്ഷേ ആചാരം നിങ്ങളുടെ പരിധിയിൽപ്പെട്ടതല്ല ഈ പ്രവേശനം. സ്ത്രീകളെ അവിടെ നിഷിദ്ധമല്ല, സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ട് അവിടെ, യുവതികൾക്ക് മാത്രമാണ് പ്രവേശനം ഇല്ലാത്തത്. ആചാരങ്ങളുടെ പരിധിയിൽപ്പെട്ടതാണ് ഷർട്ടിട്ട് പ്രവേശനം, അല്ലെങ്കിൽ മറ്റ് എല്ലാ സമുദായങ്ങളും പ്രവേശനം അനുവദിച്ചു. അവിടുത്തെ വിഷയങ്ങളൊക്കെ ആചാരത്തിലാണ്. ഇത് നിയതാർച്ചാസ്ഥിതി എന്നാണ്. നിയതിർ നിയമേ ദൈവേ, നിയതം എന്നുള്ള നിയമത്തിൽപ്പെട്ടതാണ്. ആ നിയമത്തിൽപ്പെട്ടതാണ് അവിടുത്തെ പൂജാ വിഷയങ്ങൾ. ആ നിയമത്തിൽപ്പെട്ടതാണ് അവിടുത്തെ പ്രവേശനം. ആരുണ്ടാക്കിയ നിയമമാണ്? വിശ്വാസികൾ ഇത് പറയുന്നതിൽ കാര്യം, അത് അനുഷ്ഠിക്കാൻ വിശ്വാസികൾ തയ്യാറാണ്. വിശ്വാസി അല്ല ഇവിടെ നമ്മള് ഏതാ ഒരു സിനിമാ നടികാരില്ല, അവിടെ സിനിമാ നടികാരി ഇവിടെ കയറണമെന്ന് ആഗ്രഹമുള്ള വിശ്വാസികൾ തന്നെയാണ് കയറണം എന്ന് പറയും. പിന്നെ മറ്റൊന്ന് ഞാൻ ഒന്നും കൂടി പറയാം, നമ്മുടെ ക്ഷേത്രങ്ങളിലായാലും നമ്മുടെ പള്ളികളിലായാലും വിശ്വാസികൾ മാത്രമൊന്നുമല്ല, നമ്മുടെ രാജ്യത്തെ എല്ലാ പള്ളികളും ക്ഷേത്രങ്ങളും നിങ്ങൾ എടുത്തു നോക്ക്, അവിടെയൊക്കെ തന്നെ നമ്മൾ ടൂറിസത്തിന്റെ ഭാഗമായി ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്, ഇല്ലേ? ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് വിശ്വാസത്തിന്റെ. പിന്നെ ഇവിടെ വിശ്വാസികൾ തന്നെയാണ് ഇവിടെ പോവുക. വ്രതമൊക്കെ എടുത്തിട്ട് 10-41 ദിവസത്തെ വ്രതം എടുത്തിട്ട് പോവുക വിശ്വാസികൾ തന്നെയല്ലേ. നമ്മൾ പറയുന്നത് 10-നും 50-നും ഇടയിലുള്ള ആളുകൾ വിശ്വാസികൾക്ക് പോകണം എന്ന് തന്നെയാണ് പറയുന്നത്, വിശ്വാസം ഇല്ലാത്തവർക്ക് പോകണമെന്നല്ല. പിന്നെ മറ്റൊരു കാര്യം, ഒരു വിശ്വാസിയാണെങ്കിൽ ഒരു അമ്പലത്തിലുള്ള ചിട്ടകളും സമ്പ്രദായങ്ങളും ഒക്കെ ഫോളോ ചെയ്യാൻ മനസ്സുള്ളവരാണ് സഹോദരി ഈ ചിട്ട ഉണ്ടാക്കിയത്. അതാ ഞാൻ ചോദിച്ചത്, ഉത്തരം പറയൂ. ആരാണ് ഈ ചിട്ട ഉണ്ടാക്കിയത്? അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ, ആരാണ് ഈ ദൈവത്തെ ഉണ്ടാക്കിയത്? ഞാൻ ഇറങ്ങി നോക്കട്ടെ, എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ശബരിമല പോകണമെന്ന്? എനിക്ക് 50 വയസ്സ് തികയുമ്പോൾ ഞാൻ പോവാൻ റെഡി ടു വെയിറ്റ് ആണ്. ലതിക പറയാനുള്ളത് പുതിയ തലമുറയിലെ കുട്ടിയാണ്. ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ജാതി മത ലിംഗ വർണ്ണ വ്യത്യാസമന്യാണ് നീതി. ആ നീതിയാണ് ഇവിടെ സ്ത്രീക്ക് ലഭിക്കേണ്ടത്. ആ നീതി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. 10 മുതൽ 50 വരെയുള്ള ആളുകൾക്ക് ആ നീതി ലഭിക്കാതിരിക്കേണ്ട യാതൊരു കാര്യമില്ല. അത് ലഭിച്ച നീതി ഭരണഘടന അനുവദിക്കുന്ന നീതി. ഫോണിൽ കൂടെ മൊഴി ചൊല്ലാൻ നീതി അനുവദിക്കുന്നുണ്ടോ? മുലപ്പാൽ നിഷേധിക്കാൻ നീതി അനുവദിക്കുന്നുണ്ടോ? എന്തുകൊണ്ടത് സാംസ്കാരികമായിട്ടുള്ള തലങ്ങളിലേക്ക് ചർച്ച വരുന്നില്ല? അങ്ങനെയാണെങ്കിൽ മുലപ്പാലിന്റെ കാര്യത്തിൽ വിശ്വാസികളുടെ പ്രവേശനത്തെ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നിൽ മറ്റൊരു ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ എന്റെ സംശയം ഇതാണ്, മുലപ്പാൽ നിഷേധിക്കുമ്പോൾ കളക്ടർ ഇടപെടുന്നത് പോലെ സ്ത്രീക്ക് പ്രവേശനം നിഷേധിക്കുമ്പോൾ സംസ്ഥാന മന്ത്രി ഇടപെടണം. ഇത് നേരത്തെ ഞാൻ ചോദിക്കട്ടെ, കളക്ടർ ഇടപെട്ടെ, പള്ളികളിൽ സ്ത്രീകൾ കയറണമെന്ന്. നോമ്പ് കാലത്ത് മേഡം പറഞ്ഞതുപോലെ തന്നെ ഈ ആ സമുദായത്തിൽപ്പെട്ടവർക്കല്ലാത്തതും ഭക്ഷണം ഞാൻ അനുഭവിക്കുന്നതാ സർ. ഒരു കൗൺസിൽ കൂടുമ്പോ നോമ്പ് കാലത്ത് ടേബിളിൽ വെക്കില്ല, കുടിക്കാൻ വെള്ളം തരില്ല. ഈ വാദത്തോട് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ടേബിളിൽ വെള്ളം വെക്കില്ല. നേരെ മറിച്ച് ഞാൻ ചോദിക്കട്ടെ, ഈ 41 ദിവസത്തെ മണ്ഡലകാലത്ത് ഈ ഞങ്ങളുടെ പ്രദേശത്ത് നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിരോധനം നിങ്ങൾ ഏർപ്പെടുത്താൻ തയ്യാറുണ്ടോ സർ? പുല്ലിംഗത്തിന്റെയും സ്ത്രീലിംഗത്തിന്റെയും ദ്വന്ദ്വഭേദങ്ങളിൽ ശബരിമലയെ തളച്ചിടുമ്പോൾ മറന്നുപോകുന്നൊരു പ്രശ്നമുണ്ട്. വിജയരാജമല്ലികയും ശീതളും അടക്കമുള്ള മറ്റൊരു വിഭാഗം ആളുകൾക്ക് ശബരിമലയിൽ പ്രവേശനം വേണമെന്ന് ആഗ്രഹിച്ചാൽ എങ്ങനെ പറയും, എങ്ങനെ കൈകാര്യം ചെയ്യും നീതിശാസ്ത്രം എന്നുള്ളത് കുഴപ്പം പിടിച്ച ചോദ്യമാണെന്നറിയാം. 18 വയസ്സിനും 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. ട്രാൻസ്ജെൻഡറിന് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ടോ? ആകാമെന്നോ? ഇടവേളയ്ക്ക് ശേഷം. ശബരിമലയിലെ പ്രവേശനം യുവതികൾക്ക് നിഷേധിക്കുന്നതിന്റെ ലോജിക്ക് എത്ര ചർച്ച ചെയ്തിട്ട് നമുക്ക് പിടികിട്ടുന്നില്ല. ചർച്ചയുടെ 3ാം ഘട്ടമാണ്. ഇവിടെയെങ്കിലും ഒരു ഉത്തരം കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ.
വിദ്യക്ക് പോകണമെന്ന് താല്പര്യമുണ്ട്. വിദ്യ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വിദ്യയോട് എന്താണ് നിങ്ങൾ പറയുന്നത്? റെഡി ടു വെയിറ്റിന്റെ ആൾക്കാർ എന്തിനാണ് വിദ്യ ഇത്രയും വാശി പിടിക്കുന്നത്? അല്ല, ഞാൻ വാശി പിടിക്കുകയല്ലോ. കാരണം ഞാനും ഈ പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു സപ്പോർട്ടായി തീരുകയല്ല. പോവാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ള സ്ഥലങ്ങളിൽ എനിക്ക് ലഭിക്കുന്ന പ്രവേശനാനുമതി എന്തുകൊണ്ട് ശബരിമലയിലേക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അയ്യപ്പനോട് ഒരു വരം മാത്രമേ മാളികപ്പുറത്തമ്മ ചോദിച്ചിട്ടുള്ളായിരുന്നു. അതെന്താന്ന് വെച്ചാൽ അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണമെന്നായിരുന്നു. അപ്പോൾ അയ്യപ്പൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്റെ അവതാര ലക്ഷ്യം 1 ലക്ഷ്യമേ ഉള്ളൂ. ഞാൻ ശ്രീ ധർമ്മശാസ്ത്രാവായിട്ടാണ് ഭൂമിയിൽ അവതരിക്കുന്നത്. ഞാൻ നിത്യ ബ്രഹ്മചാരിയായിട്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന്. അതുകൊണ്ട് ഒരു അയ്യപ്പൻ, ഒരു കുട്ടി പോലും ആദ്യമായിട്ട് മാല ഇടുന്ന സമയത്ത് ആ കുട്ടിയെ കന്നി അയ്യപ്പൻ എന്നാണ് നമ്മൾ വിളിക്കാറ്. മാളികപ്പുറത്ത് എത്തിയാൽ അവിടെ ഒരു ശരംകുത്തി ആലുണ്ട്. അവിടെ ശരംകുത്തി തിരിച്ചു പോകുക ആ മാളികപ്പുറത്തമ്മ കണ്ണീരോടെയാണ് തിരിച്ചു പോകുന്നതെന്നാണ് ഐതിഹ്യം പറയുന്നത്. എന്ന് വെച്ചാൽ അന്നും എന്നാണോ കന്നി അയ്യപ്പന്മാർ ശബരിമലയിൽ എത്താത്തത് ആ ദിവസം വരുന്ന നിനക്ക് നിന്റെ ഭാര്യയായി നിന്നെ സ്വീകരിച്ചോളാന്ന് അയ്യപ്പൻ ഒരു വരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും കാലമായിട്ട് ഒരു അയ്യപ്പൻ പോലും പ്രവേശിക്കാത്ത ഒരു മണ്ഡലകാലം ശബരിമലയിൽ ഇല്ല. എന്റെ സംശയം ചോദിച്ചോട്ടെ, അപ്പൊ സ്വാഭാവികമായി ഒരിക്കലും നടക്കാതെ പോകുന്ന ഒരു പ്രണയമായിട്ട് ഇതിനെ കണക്കാക്കിയാൽ തീർച്ചയായിട്ടും ഈ പ്രണയത്തിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണ്? അയ്യപ്പന്റെ പക്ഷത്താണോ മാളികപ്പുറത്തമ്മയുടെ മടങ്ങുന്ന മാളികപ്പുറത്തമ്മയുടെ പക്ഷത്താണോ? കണ്ണീരില്ലാതെ ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ പക്ഷത്താണോ? ദൈവവിശ്വാസത്തിന്റെ പേരിൽ അയ്യപ്പൻ എന്തിനാണോ അവതാരം എടുത്തത് ആ അവതാര ലക്ഷ്യം പൂർത്തിയാക്കാൻ ഞങ്ങൾ കണ്ണീരല്ല അവിടെ പ്രധാനം. കണ്ണീരല്ല പ്രശ്നം. ദൈവവിശ്വാസത്തിന്റെ മുമ്പിൽ കണ്ണീരല്ല പ്രശ്നം അല്ലേ? നിങ്ങൾ മാളികപ്പുറത്തമ്മയുടെ പക്ഷത്താണോ നിങ്ങൾ അയ്യപ്പന്റെ പക്ഷത്താണോ? ഈ കഥയിലെ ഞാൻ മാളികപ്പുറത്തമ്മയുടെ ഭാഗമാണ്. കാരണം കന്നിസ്വാമിമാര് വരാത്ത കാലത്ത് മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് ബ്രഹ്മചാരിയായ അയ്യപ്പൻ പറഞ്ഞു. ഐതിഹ്യമാണത്. പക്ഷേ മാളികപ്പുറത്തമ്മേന്റെ കാര്യം വളരെ കഷ്ടമാണ്. എന്ന് വിവാഹം കഴിക്കുമെന്ന് വിചാരിച്ച അവര് കാത്തിരിക്കുകയല്ലേ. നമ്മുടെ ചർച്ചയുടെ ഏറ്റവും മനോഹരമായ ഒരു മൊമെന്റിലേക്ക് നമ്മൾ എത്തുകയാണ്. ഐതിഹ്യമാണെങ്കിലും അയ്യപ്പന്റേതായ ഒരു വ്യക്തിത്വമുണ്ട്. എനിക്ക് പറയണം, ഞാൻ കല്യാണം കഴിക്കില്ല, പോവില്ല, പിന്നാലെ കുടച്ച പിന്നെ എന്താ ചെയ്യാ? അങ്ങനെ കണ്ടൂടെ അതിനെ? എന്നും കണ്ണീരണിയ പെണ്ണിന്റെ കാര്യമാണോ? എന്തിനാണ് പിന്നെ മാളികപ്പുറത്തമ്മയെ ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ വെക്കുന്ന? എന്തിനു വേണ്ടിയാണ്? എന്നും പെണ്ണിനോട് ചതി കാണിക്കാന്നുള്ളതാണോ ആ പറഞ്ഞതിന്റെ അർത്ഥം? എന്നും സ്ത്രീയെ ചതിക്കാന്നുള്ളതാണോ? എന്താ മാളികപ്പുറത്തമ്മയ്ക്ക് അയ്യപ്പൻ അറിയാം, ഒരു അയ്യപ്പൻ പോലും പ്രവേശിക്കാൻ ഒരു ദിവസം പോലും ഉണ്ടാവില്ല ശബരി. സ്ത്രീകളെ സൗമ്യയാണെങ്കിലും ജിഷയാണെങ്കിലും ഒത്തിരി പിന്നെ സൂര്യനെല്ലിലെ പെൺകുട്ടിയാണെങ്കിലും കണ്ണീര് കൊണ്ട് നടക്കാണ് ഇപ്പോഴും. ഇതുവരെ നീതി കിട്ടാത്ത ആ സമയത്ത് ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി പോകുന്നതിനേക്കാൾ ഈ നമ്മൾ മാളികപ്പുറത്തമ്മയുടെ വിഷയത്തെ കുറിച്ച് മുതലക്കണ്ണീർ ഒഴിക്കേണ്ട കാര്യമില്ല. മാളികപ്പുറത്തമ്മ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം? ഇവിടെ നോക്കണ്ട. എല്ലാ ഫീൽഡിലും മനസ്സുകൊണ്ട് ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ ആ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് അംഗീകരിക്കാവുന്നേ ഉള്ളൂ. നമ്മളിപ്പോ അടുത്ത കാലത്ത് കണ്ടില്ലേ കനകമാല, വളരെ ഒരു ദുരന്ത നായിക. അതിൽ സംതൃപ്തി കണ്ടു സർ. ആ കാത്തിരിപ്പിലെ ഒരു സംതൃപ്തി കണ്ടു. പിന്നെ ഈ തിരുമേനി പറഞ്ഞതുപോലെ ഈ കാഞ്ചനമാല അതുപോലെ ഈ കഥയിൽ ഒരു അംശം പിടിച്ചുകൊണ്ട് ഈ ശബരിമല എന്ന് പറയുന്ന ഈ ഒരു മഹാക്ഷേത്രത്തെ ഇത്ര മാത്രമൊക്കെ ആക്രമിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ആചാരമല്ല നിയമമാണ്. ആചാരങ്ങളുടെ പരിധിയിൽപ്പെടുത്തി മാറ്റണം എന്നാണെങ്കിൽ നാളെ പള്ളിക്കെട്ടെടുത്തിട്ട് കിരുമുടിക്കെട്ടെടുത്ത് പ്രവേശനം വയ്യ എനിക്ക് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തലച്ചോറ് എടുക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കോടതി പോയി കഴിഞ്ഞാൽ ആ ആചാരങ്ങളും ആ നിയമം മാറ്റേണ്ടി വരില്ലേ? അയാൾക്ക് സാധ്യതയുണ്ട്. 18-ാം പടി കയറേണ്ട, ദർശനത്തിന് സാധ്യതയുണ്ട്. 18-ാം പടി കയറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരാള് ഇരുമുടിക്കെട്ട് ഇല്ലാതെ കയറണമെന്ന് ആഗ്രഹിക്കുന്നു. തലച്ചോട് എടുക്കാൻ വയ്യാന്നാണ് കാരണം, അല്ലെങ്കിൽ വെയിറ്റ് എടുക്കാൻ വയ്യാന്നാണ് കാരണം. നെയ്യഭിഷേകത്തിനാണെങ്കിൽ ഒരു ബോട്ടിൽ നെയ്യ് ഞാൻ വാങ്ങിക്കൊടുത്താൽ പോരെ? ഇതൊക്കെ വാദഗതികൾ വരും. ആ ക്ഷേത്രത്തിലെ നിയമവും ചിട്ടയനുസരിച്ച് സ്ത്രീ വിരുദ്ധമല്ല ശബരിമല. കേരളത്തിലെ ആചാരങ്ങൾ നോക്കുമ്പോൾ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് സ്ത്രീകൾ മാത്രം പൂജ ചെയ്യാനടക്കം അനുവദിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. വിദ്യ ഇപ്പോഴും വിദ്യയുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. വിദ്യ വാദിക്കുന്നത് ശബരിമലയിലേക്ക് യുവതികൾക്ക് പ്രവേശിക്കാൻ സാധിക്കണമെന്നാണ്. അതിനുള്ള 2 കാരണം അത് അവരുടെ മൗലികാവകാശമായ ആചാരത്തിന് പ്രശ്നമാണ്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നാളെ ഒരു കോടതി ഉത്തരവ് വരുന്നു ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നു എന്ന്. സ്വാഭാവികമായിട്ടും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ നിന്ന് ചിലപ്പോൾ ചേച്ചി ഉൾപ്പെടെയുള്ള ആളുകൾ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കളും അവിടേക്ക് കടന്നു ചെല്ലാൻ നിങ്ങൾ അനുമതി നൽകുന്നതായിരിക്കും. ഞാൻ ഒരു കാര്യം സംശയിച്ചോട്ടെ.
അല്ല, അത് സംശയം ഞാൻ ചോദിക്കട്ടെ? പറയട്ടെ, ഒരു നിമിഷം ഈ സുപ്രീം കോടതിയുടെ വിധി വരുന്നു, ശബരിമലയിൽ യുവതികൾക്കും പ്രവേശിക്കാൻ പറ്റുമെന്ന് വിധി വരുന്നു. താങ്കളുടെ ഭർത്താവ് താങ്കളെയും മക്കളെയും കൂട്ടി എന്നാ നമുക്ക് ശബരിമലയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ താങ്കൾ എന്ത് പറയും? ഞാൻ അതിനെ അനുകൂലിക്കൂല, പ്രതികൂലിക്കുള്ളൂ. എന്താ വെച്ചാൽ നമ്മളെ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ ജീവിക്കുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, സുപ്രീം ഞാൻ ഒറ്റ കോടതി ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഗുരുവായൂരാണെങ്കിലും വൈക്കത്താണെങ്കിലും ഒരു കാലത്ത് സ്ത്രീകൾ പ്രവേശിച്ചിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഒരു തീരുമാനമുണ്ടായ സമയത്ത് ഈ ക്ഷേത്രങ്ങളിലെല്ലാം സ്ത്രീകൾ പ്രവേശിക്കുന്നുണ്ട്. മാഡം ഉൾപ്പെടെ സ്ത്രീകൾക്ക് പോവാൻ അനുവദിക്കുന്ന എത്ര ക്ഷേത്രങ്ങളുണ്ട്. മേഡം പറഞ്ഞ മാതിരി ആറ്റുകാല്, അവിടെ അന്ന് പുരുഷന് നിശ്ചിത 41 ദിവസത്തെ നോമ്പ് എടുത്തിട്ടാണ് ശബരിമലയ്ക്ക് പോകേണ്ടത്. ഈ സമയത്ത് നമ്മൾ ഈ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ എങ്ങനെ നമ്മൾ 41 ദിവസത്തെ ഞാൻ ഒരൊറ്റ കാര്യം തിരിച്ചു ചോദിക്കാം. ഇന്ന് 41 ദിവസം പൂർണ്ണമായിട്ട് വ്രതം എടുത്ത് അമ്പലത്തിൽ പോകുന്ന ആളുകളുടെ എണ്ണം എത്ര ശബരിമലയിൽ? വിശ്വാസികൾ ഈ പറയുന്ന ഒരാഴ്ച വ്രതം എടുത്ത് അമ്പലത്തിൽ പോകുന്ന ആളുകൾക്ക് അവിടെ പ്രവേശനം നിഷേധിക്കുന്നില്ലല്ലോ. നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, സാർവത്രികമായ ഒരു നിയമമാണ്. 10നും 50നും ഇടയ്ക്കുള്ള ആളുകള് അവിടുത്തെ ഈ മറ്റ് സങ്കല്പങ്ങൾ വിഷയങ്ങൾ അവിടെ നിശ്ചയിച്ചു വെച്ചതാണ്. 25 ദിവസം നട തുറക്കുന്നില്ല, 5 ദിവസം നട തുറക്കുന്നുള്ളൂ. നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്ത് എത്തുമ്പോഴെങ്കിലും 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ സംഭവിക്കുന്ന ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ആർത്തവമാണ്. ആർത്തവത്തിന്റെ വിശുദ്ധിയും അശുദ്ധിയുമാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. പിന്നെന്താണ് പ്രശ്നം? അല്ല സാർ, പ്രശ്നം അതാണ്. അതാണ് വിസർജ്യം എന്ന് നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് സ്ത്രീധർമ്മം പൂർണ്ണമായ അർത്ഥത്തില് ആ മാതൃത്വം ലഭിക്കുന്ന കാലയളവാണ്. അല്ലാണ്ട് അതൊരു അശുദ്ധിയാണ് അത് വിഷയമാരെ. അശുദ്ധി അല്ല എന്നുള്ള വാദഗതികളുണ്ടാവും. അതൊരു വാദഗതിക്ക് ഞാൻ പറയാൻ തയ്യാറല്ല. ദിവ്യ പറഞ്ഞു എന്താ വെച്ചാല് അമ്പലത്തിൽ പോവാ പറഞ്ഞു. ദിവ്യോട് ഞാൻ ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും മറുപടി പറഞ്ഞില്ല. ആർത്തവ കാലത്ത് എന്തുകൊണ്ട് അമ്പലത്തിൽ പോകുന്നില്ല? ഞാൻ പോയിട്ടില്ല ഇതുവരെ. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും കാലം വിശ്വസിക്കുന്നു. മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ വിസർജ്യം ഇതുപോലുള്ള വിഷയങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ കാലാതീതമായിട്ട് അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ അല്ലാത്ത ഒരു സമയത്ത് എന്തുകൊണ്ട് എനിക്ക് പോയിക്കൂടാ എന്നുള്ളതാണ് എന്റെ പ്രശ്നം. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ഷീബയോട് ചോദിക്കാൻ പോവാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെന്ന് അറിയണം, അമർനാഥ് യാത്രക്കിടയിൽ ഈ പ്രായപൂർത്തിയായ സ്ത്രീകൾ സഞ്ചരിക്കുന്നുണ്ട്. അവർക്ക് അതിനിടയ്ക്ക് ആർത്തവം വരാറുമുണ്ട്. യാത്ര ക്യാൻസൽ ചെയ്യേണ്ടതുണ്ടോ? സാധാരണ അവർ അമ്പലത്തിൽ പോവില്ല. അത് ആ യാത്രക്കിടയിൽ എപ്പോഴാണോ അവിടെ കയറാൻ നിശ്ചയിച്ച അന്ന് തന്നെ കയറും. 18ാം പടി കയറാൻ മലയിലൂടെ പിന്നെ 10 വയസ്സായ കൊച്ചുകുട്ടീനെ കൈപിടിച്ച് കൊണ്ടോ അച്ഛനും അമ്മയ്ക്കും. അതുപോലെ തന്നെ പ്രായമായിട്ട് കൂനിക്കൂടി പോകുന്ന ആൾക്ക് ഈ കാട്ടിലൂടെയും 18ാം പടിയും കയറാം. പക്ഷെ യൗവനയുക്തയായിട്ട് ആൾക്ക് മാത്രം പറ്റൂല എന്ന് പറയുന്ന ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ടാക്കാൻ സ്ത്രീക്കൊരു പങ്കുമില്ല എന്നുള്ളത് കൊണ്ടാണ്. അന്ന് സ്ത്രീ കൂടിയാണ് ഇത്. ഞാൻ പറയട്ടെ, അന്ന് സ്ത്രീ കൂടിയാണ് ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ടാക്കാൻ തയ്യാറായിട്ടുള്ളെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു നിയമം ഇങ്ങനെ ഒരു ആചാരം നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ത് സംസ്കാരം? ഏത് ഭാരതീയ സംസ്കാരം പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ദളിതൻ അമ്പലത്തുകാരൻ ദളിതനെ ചുട്ടു വന്ന ഭാരതീയ സംസ്കാരമാണോ നിങ്ങൾ പറയുന്നത്? ഏത് സംസ്കാരമാണ് നിങ്ങൾ പറയുന്നത്? ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് ആ താഴ്ന്ന ജാതിക്കാരൻ അമ്പലത്തിന് ചുട്ടു വന്ന ആ സംസ്കാരമാണോ നിങ്ങൾ പറയുന്നത്? ഏത് സംസ്കാരങ്ങൾ പറയുന്നത്? സംസ്കാരം മറ്റ് അമ്പലങ്ങളിലും സ്ത്രീകളും അതുപോലെ തന്നെ കീഴ്ജാതിക്കാരും കയറരുതെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ വിശ്വാസികൾ ഭാരതീയ സംസ്കാരം അനുസരിച്ച് നേരത്തെ ആചരിച്ചു പോന്നിരുന്ന ഒരു ആചാരമാണ്. 51 വെട്ടി കൂടെ നടന്നവരെ ധർമ്മശാസ്ത്ര പ്രകാരം മാതൃത്വഭാവം ഉള്ളതുകൊണ്ടാണ് 10നും 50നും വയസ്സിനിടയ്ക്ക് പ്രായമുള്ള യുവതികൾക്ക് പ്രവേശനം നിഷേധിക്കുന്നത് എന്ന വാദം പിൻവലിക്കുന്നുണ്ടോ അങ്ങ്? അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നുണ്ടോ താങ്കൾ ഇപ്പോൾ ചർച്ചയുടെ ഏറ്റവും ഒടുവിൽ? ഞാൻ പറയുന്നത് അവര് മേഡം പറഞ്ഞിരുന്നത് ഇത് സ്ത്രീകളില്ലാത്ത ഒരു പുരുഷന്മാർ മാത്രം ഉണ്ടാക്കിയ നിയമമാണ് എന്നുള്ള ഒരു ധാരണയാണ് ഇതിലുള്ളത്. കേരളത്തിലെ ക്ഷേത്ര പദ്ധതികളെല്ലാം കേരളത്തിൽ ധാരാളം ക്ഷേത്രങ്ങളിൽ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ സ്ത്രീകൾ കയറുന്നുണ്ട്. ഈ ശബരിമലയിൽ മാത്രമാണ് ഈ ഒരു ചിട്ട ഈ ഒരു നിയമം വെച്ചത്. അത് യുവതികൾക്ക് മാത്രമാണ്, സ്ത്രീകളെ നിഷിദ്ധമല്ല. അപ്പൊ ഈ നിയമം മുഴുവൻ ക്ഷേത്ര പദ്ധതി ആരാണോ തയ്യാറാക്കിയത് അല്ലെങ്കിൽ ഏത് രീതിയിലാണോ സംവിധാനം ചെയ്ത് വന്നിട്ടുള്ളത്, പുരുഷൻ പുരോഹിതൻ പുണ്യമതക്കാർ
അവരാണ് ഈ നിയമങ്ങളെല്ലാം സംഹിതകളെല്ലാം അതെ, ഉണ്ടാക്കുന്നത്. സ്ത്രീകൾക്ക് പൂജ വേണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. സ്ത്രീകളെ പ്രവേശനം അനുവദിച്ച ധാരാളം അപ്പോൾ ക്ഷേത്രങ്ങളുണ്ടല്ലോ. നമ്മുടെ കാതലായ ചോദ്യം, ഈ യുവതികളെ നിഷേധിക്കുന്നതിന് പിന്നിലുള്ള ധർമ്മശാസ്ത്ര പ്രകാരമുള്ള സങ്കല്പം മാറ്റാൻ സമയമായി എന്ന് താങ്കൾ കരുതുന്നുണ്ട്? ചർച്ചയുടെ അവസാന ഭാഗം. മാറ്റാൻ സമയമായില്ല. അവിടുത്തെ പ്രതിഷ്ഠാ മാതൃത്വഭാവത്തിന് എന്താ കുഴപ്പം? മാതൃത്വഭാവത്തിന്റെ കുഴപ്പമല്ല. അവിടെ ആചാരം നിശ്ചയിച്ചത് യൗവനയുക്തയാൾക്ക് ആൾക്ക് വയ്യാന്നും 25 കാരണങ്ങളുള്ള വിഷയങ്ങൾ അവിടെ വേണ്ടാന്നും ശാസ്ത്രത്തിൽ പറയുന്നു. ആ 25 കാരണങ്ങളിൽ സ്ത്രീ ഒഴിച്ചു നിർത്തിയുള്ള ബാക്കി കാരണം, അഥവാ യുവതി ഒഴിച്ചു നിർത്തിയുള്ള ബാക്കി കാരണങ്ങൾ എന്തൊക്കെയാണ് സർ? മദ്യം വയ്യ, മാംസം വയ്യ, ഈ മദ്യം, മാംസം ഇവയുടെ പരിധിയിലാണോ യുവതിയെ പെടുത്തേണ്ടത്? 25 കാര്യങ്ങളിൽ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇതൊരു ഗ്രൂപ്പിൽ പെടുത്തുന്ന ഒരു പരിധിയിൽപ്പെട്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ശാസ്ത്രത്തിൽ പറയുന്ന സമയത്ത് അതിന്റെ നിയമങ്ങളൊക്കെ ഒരു വിഷയത്തിൽ പറയും. അത് വിചാരിച്ച് അത് മുതൽ തുല്യമാണെന്നുള്ള വർജ്യങ്ങളായവയ്ക്ക് ഒരു സമാന സ്വഭാവമുണ്ട്. വർജ്യങ്ങളായവയ്ക്ക് ഒരു സമാന സ്വഭാവമുണ്ട്. ആരാ പറഞ്ഞ സ്ത്രീകളെ നിരോധിച്ചിട്ടില്ല, യുവതികൾ എന്നാണ് എടുത്തു പറയുന്നത്. കൃത്യ ഏജ് ലിമിറ്റിൽ മാത്രമാണ് അത് ആവശ്യപ്പെടുന്നത്. ഇവിടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇപ്പം നമ്പൂതിരി പറഞ്ഞൊരു കാര്യമുണ്ട്. ധർമ്മശാസ്ത്ര പ്രകാരം മാതൃത്വഭാവം ഉദാത്തമാകുന്ന കാലമാണത്. അത് വർജ്യമാണ് ശബരിമലയിലെ ദർശനത്തിന്. ഈ വാദത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? മാതൃത്വത്തെ അവിടേക്ക് വ്യാഖ്യാനിക്കണ്ട. അമ്മയാവുന്നതാണ് മാതൃത്വം. അമ്മേനെ പറഞ്ഞില്ല, അമ്മയാണെന്നല്ല പറഞ്ഞത്, അമ്മയ്ക്കെതിരല്ല പറഞ്ഞത്. ഒരു എന്താ യൗവന കാലഘട്ടങ്ങളിൽ മാതൃഭാവം അമ്മഭാവം ആവരുത്. മറ്റു ഭാവമാണ്. എന്താണ് മാതൃഭാവം അമ്മഭാവം എന്നുള്ളത് വ്യാഖ്യാനിക്കരുത്. സ്ത്രീകളെ പ്രേക്ഷണാലംബം, ഉപഘാതങ്ങള്, കാമാദി വികാരങ്ങൾ, നോട്ടം, ആലിംഗനാദി ഇത് സാധ്യമാവുന്ന ഒരു പ്രായം എന്നുള്ള നിലയ്ക്കാണ്. അല്ലാണ്ട് മാതൃവിരുദ്ധോ സ്ത്രീ വിരുദ്ധോ അമ്മ വിരുദ്ധോ. ചർച്ചയില്ല ഈ ഒറ്റ നിർവചനം. ആ നിർവചനം ഒന്നുകൂടി പ്രേക്ഷകർക്ക് ഒന്നുകൂടി കേൾപ്പിക്കാമോ? ഒരുപക്ഷെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും കൃത്യമായ ഉത്തരം കിട്ടാതെ പോയ ചോദ്യം, എന്തുകൊണ്ട് യുവതികൾക്ക് പ്രവേശനം നിഷേധിക്കുന്നു? അതിന്റെ കാരണം എന്താണെന്ന് നമ്മളോട് മുല്ലപ്പള്ളി വളരെ കൃത്യമായിട്ട് ചുരുങ്ങിയ 1-2 വാചകങ്ങളിൽ വ്യക്തമാക്കും. ആ ശ്ലോകത്തിൽ കാമാദികൾ തുടങ്ങുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്ന് പറഞ്ഞേ. ആ സ്ത്രീ വിഷയത്തിൽ സാമാന്യമായിട്ട് 25 വിഷയങ്ങൾ വർജിക്കാൻ പറഞ്ഞു. സ്ത്രീ വിഷയ വ്യത്യാസമായി ആദ്യ ശ്ലോകത്തില് 3-ാമത്തെ ശ്ലോകത്തിൽ 2 എടുത്ത് പറഞ്ഞു. അതിലെ സ്ത്രീ അതുകൊണ്ട് അത് ഏതൊക്കെയാണെന്ന് പറയണം സാർ. ആ കാമാദി എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അല്ല, അതില് പ്രേക്ഷണാലംബം ഉപഘാതം പരസ്യജ. പ്രേക്ഷണാലംബം ഉപഘാതം, പ്രേക്ഷണം കാണുന്നത്, ആ ദൃഷ്ടിയോട് കൂടിയുള്ള കാഴ്ച, അങ്ങനെയുള്ള വിഷയങ്ങൾ പല തുറന്നു പറയണം സാർ. വായിച്ചോളൂ, മുഴുവൻ വായിച്ചോളൂ. പ്രേക്ഷണാലംബ വിവാദങ്ങള്, അതായത് കാമാദി വിചാരങ്ങളോട് കൂടിയ നോട്ടം, ആലിംഗനാദികള്, വിചാരങ്ങളോട് കൂടിയ പ്രിയ പ്രേക്ഷകർ, എന്തുകൊണ്ടാണ് യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശനം നിഷേധിക്കുന്നത്? ധർമ്മശാസ്ത്രങ്ങൾ എന്തു പറയുന്നു എന്ന പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ എത്തുന്നത്. അതിന്റെ കാരണമായി പറയപ്പെടുന്നത് കാമമോഹിതമായ നോട്ടങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ആലിംഗനങ്ങൾ, ഇത്തരത്തിലുള്ള ദ്വേഷകർമ്മങ്ങൾ സാധ്യത കുറവുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് യുവതികളെ പ്രവേശിപ്പിക്കാത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, അതൊരു കാരണമല്ലേ? അതൊരു കാരണമല്ലേ? അല്ല, പിന്നെന്താണ് സാർ? അതൊരു കാരണം, ഒരു ചെറിയൊരു കാരണം മാത്രം. 25 ഞാൻ പറഞ്ഞത് നിരവധി കാരണങ്ങളുണ്ട്. 25 കാരണങ്ങൾ ഇവിടെ പറയുന്നു. പിന്നെ അവിടുത്തെ വിഷയങ്ങൾ അനവധിയുണ്ട്. പല ക്ഷേത്രങ്ങളും അവിടുത്തെ പ്രത്യേകതകളെ, യുവതികളെ പ്രവേശിപ്പിക്കാതിരിക്കുന്നത് യുവതികളെ പ്രവേശിപ്പിക്കാതിരിക്കുന്ന അവിടുത്തെ ചിട്ടകൾ നിശ്ചയിച്ചതിനുള്ള കാരണങ്ങളാണ് പറഞ്ഞത്. അവിടുത്തെ സ്ഥലത്തിന്റെ പ്രത്യേകത, ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുടെ സങ്കല്പം, പല വിഷയങ്ങളും, ആചാരത്തിന്റെ വിഷയം. ശബരിമല മാത്രമല്ല, മൊത്തത്തിൽ കോമൺ ആയി ക്ഷേത്രത്തിന്റെ ഡിക്കി ഡോൾമ എന്ന 19 വയസ്സുകാരി എവറസ്റ്റ് കീഴടക്കുമ്പോ ഇന്ത്യയിലെ എവറസ്റ്റ് കീഴടക്കി ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീ, 41 വയസ്സുള്ള കൽപ്പന ചൗള ശൂന്യാകാശത്താണ് പോയത്. ശബരിമല കുന്നിന്റെ മുകളിലായതുകൊണ്ടുള്ള വിഷയമല്ല. പിന്നെന്താണ് ഒരു ക്ഷേത്രത്തിലെ ആചാരം, ലാഘവത്തോടു കൂടി ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് ശബരിമല എവറസ്റ്റ് കയറാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഒരു കുന്നിന്റെ മുകളിൽ എന്നുള്ള നിലയ്ക്കല്ല, മൊത്തത്തിൽ കോമൺ ആയിട്ട് ഏത് ക്ഷേത്രത്തിലും ആചാരങ്ങൾ, അവിടുത്തെ നിയമങ്ങൾ നിശ്ചയിക്കുന്നത്, ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സങ്കല്പം, അവിടുത്തെ
അവിടുത്തെ സ്ഥലത്തിന്റെ പ്രത്യേകത, അവിടുത്തെ ആചാരത്തിന്റെ പ്രത്യേകത, അവിടുത്തെ ക്ഷേത്രത്തിന്റെ ആ ബിംബം ഏത് രീതിയിൽ സന്നിവേശിപ്പിച്ചു, ഏത് രീതിയിലുള്ള വിഷയങ്ങൾ, അതിന്റെ പ്രത്യേകത, ഇതെല്ലാം പല കാര്യങ്ങൾ ചിന്തിച്ചാണ് അവിടുത്തെ വിഷയങ്ങൾ ചിന്തിക്കുന്നത്. വീണ്ടും യുവതികളുടെ പ്രവേശനം നിഷേധിക്കുന്നതിന് മതിയായ കാരണങ്ങൾ ഇതൊന്നുമല്ല. യുവതി പ്രവേശനം നിഷേധിച്ചത് 10-നും 50-നും ഇടയ്ക്കുള്ള പ്രായക്കാർ വേണ്ട നിശ്ചയിച്ചതിന് 25 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നീ ധാരാളം കാമം, ക്രോധം ച ലോഭം ച നർത്തനം, ഗീതവാദനം, ആ ഡാൻസ് പരിപാടികളോ അല്ലെങ്കിൽ പിന്നെ ദ്യൂതം, ജനവാസം പാടില്ല, ഏക ശയീത സർവത്ര, ഏകാന്തവാസം വേണം. അതിനാണ് 25 ദിവസം നട തുറക്കാതിരിക്കുന്നത്. പിന്നെ ഈ രീതിയിലുള്ള സ്ത്രീകളെ മാറ്റി നിർത്താൻ പറഞ്ഞപ്പോൾ സ്ത്രീകളെ പ്രവേശനം പാടില്ല എന്നൊരുക്കി പറഞ്ഞപ്പോൾ ആ സ്ത്രീകൾ ഏത് രീതിയിലുള്ള സ്ത്രീകളാണെന്ന് വിവരിക്കുകയാണ്. ആ വിവരിക്കുന്ന സമയത്താണ് 10-നും 50-നും ഇടയ്ക്കുള്ള കാലത്താണ് ഒരു മാതൃത്വം ലഭിക്കുക. ഞാൻ അത് ഒരു ഭാഷ നേരെയാക്കിയെന്നേ ഉള്ളൂ. മാതൃസങ്കല്പത്തിനോ അമ്മ സങ്കല്പത്തിനോ എതിരായിട്ടല്ല. മറ്റു രീതിയിലുള്ള എല്ലാ വിഷയങ്ങളും ഒരു സ്ത്രീക്ക് സ്ത്രീത്വം കിട്ടുന്ന വിഷയമാണ്. ആ കാലഘട്ടം അല്ല, സ്ത്രീത്വം അല്ല വിഷയം. ഞാൻ പറയുന്നത് ഈ 10-നും 50-നും ഇടയ്ക്കല്ല. ഇപ്പം ഈ മേഡം പറഞ്ഞ മാതിരി 2 വയസ്സിലുള്ള സ്ത്രീകളും ബാലികമാരും പീഡിക്കപ്പെടുന്നുണ്ട്. അതൊന്നും വിഷയം വേറെ. അവിടേക്ക് ഞാൻ കടക്കുന്നില്ല. പല രീതിയിലുള്ള യുവതികളെ കേറ്റാനായിട്ടുള്ള വാദം അവിടുത്തെ നിയമങ്ങള് അത് ആചാരമല്ല, ഒരു നിയമമാണ്. അവിടെ ഈ യുവതികളുടെ കാരണം മാത്രല്ല, ഈ പ്രവേശനത്തിന്റെ വിഷയം മാത്രല്ല, ഇരുമുടിക്കെട്ടോടുകൂടിയുള്ള പ്രവേശനം അത് വേറെയല്ല. ഇതൊക്കെ ഒറ്റ അവിടുത്തെ ചിട്ടകളിൽപ്പെട്ട ചിട്ടകളൊന്നും മാറ്റണമെന്ന് ഈ ചർച്ച മുന്നോട്ട് വെക്കുന്ന വിഷയമേ അല്ല. ആ ചിട്ടകളിൽ യുവതികളെ കൂടി ഉൾപ്പെടുത്താൻ പറ്റും. ഞാൻ പറഞ്ഞത് ആചാരങ്ങളിൽ ഷർട്ടിട്ട് പ്രവേശനം ആചാരമായിരുന്നു. ആചാരം മാറി, ഷർട്ടിടാതെ പ്രവേശിച്ച് ഷർട്ടിട്ട് കയറി. അല്ല, ആചാരങ്ങൾ മാറാം, നിയമം മാറാൻ വയ്യ. ക്ഷേത്രത്തിലെ പൂജാവിധികളുടെ നിയമമാണ്. നിയമങ്ങളില് ഇരുമുടിക്കെട്ട് നിയമത്തിൽ പെട്ടതാ. നിയമം മാറാൻ വയ്യ, നിയമമാണ്. ഇവിടെ ഏറ്റവും വലിയ നിയമമാണ് സ്ത്രീക്കും പുരുഷനും എല്ലാ ജാതി മതസ്ഥർക്കും കിട്ടേണ്ട അവരാഗ്രഹിക്കുന്ന പിന്നെ ദൈവത്തിന്. നേരത്തെ മേഡം പറഞ്ഞല്ലോ പിന്നെ മുത്തലാഖ്, ഇതൊക്കെ നമ്മൾ അതിനൊന്നും അനുകൂലമല്ല. അത് ഇവിടെ സിവിൽ കോഡിന് എന്ന് പറയുമ്പോൾ ഹിന്ദു സിവിൽ കോഡ് ആയി പോരുതെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ അത് ഹിന്ദു സിവിൽ കോഡ് ആയി പോരുന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഈ കാമക്രോധ വികാരം ഉണ്ടല്ലോ, ഈ വികാരം പുരുഷന് ബാധകല്ലേ? ഞാൻ പറയട്ടെ, ഈ കാലത്ത് ഇവർക്ക് പോകാം, പുരുഷന് പോകാം, സ്ത്രീക്ക് പോകാൻ പറ്റൂല. പിന്നെ നേരത്തെ പിന്നെ മേഡം തന്നെ പറഞ്ഞു 2 വയസ്സും 90 വയസ്സുള്ള ആളെ പീഡിപ്പിക്കുന്നുണ്ട്. ആ പീഡിപ്പിക്കുന്ന സമയത്ത് യുവതി ഇതൊക്കെ നിലനിർത്താൻ, വിശ്വാസത്തിന്റെ ഭാഗമായി നിലനിർത്താൻ കഴിയുമെങ്കിൽ എന്താണ് സ്ത്രീക്ക് പോകുന്നതിന് എന്താ പ്രശ്നം? എന്തുകൊണ്ടാണ് ഇപ്പൊ അതിൽ പറഞ്ഞൊരു വിഷയം പറഞ്ഞാല് അതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അനുഷ്ഠിക്കേണ്ട ചിട്ടകളെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ അത് അങ്ങനെ ചെയ്യുന്നതല്ല. നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് ബ്രഹ്മചര്യ വ്രതമാണ് പറയുന്നത്. അത് ബ്രഹ്മചര്യം എങ്ങനെയൊക്കെ അനുഷ്ഠിക്കണം എന്നാണ് അതിൽ പറയുന്നത്. ഈ ബ്രഹ്മചര്യ വ്രതം ഈ പോകുന്ന പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അതിനൊന്ന് ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യണം. ബ്രഹ്മചര്യ വ്രതത്തിന് ഇന്ന് കണ്ടാൽ മതി. ഞാൻ പറയട്ടെ, ഇവിടെ ബ്രഹ്മചര്യ വ്രതം തെറ്റിപ്പോവെന്ന് ചോദിച്ചു. പറയട്ടെ, ഇവിടുന്ന് പോണ സ്ത്രീ ആണെങ്കിലും പുരുഷനാണ് എടുക്കുന്ന ബ്രഹ്മചര്യ വ്രതമാണ്. ബ്രഹ്മചര്യ വ്രതം ആരുടെ പൊട്ടിപ്പോകുന്നത്? അല്ലെങ്കിൽ ബ്രഹ്മചര്യ വ്രതം എടുത്താണ് അങ്ങോട്ട് പോകുന്നത്. പുരുഷനും സ്ത്രീയും പോകുന്നത് തന്നെ. കുട്ടിയാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ എടുത്തിട്ടേ പോകുന്നത്. അവിടേക്കുള്ള ഏറ്റവും വലിയ വ്രതം എന്ന് പറയുന്നത് അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ആ വ്രതം എടുത്ത് പോകുമ്പോൾ എന്ത് കാര്യത്തിനാണ് ഇത്? ഈ കാര്യത്തിൽ നമ്മൾ വാശി പിടിക്കുന്ന പറഞ്ഞു തരാം. ഈ 2 വയസ്സുള്ള കുട്ടിയാണെങ്കിലും 90 വയസ്സുള്ള കുട്ടിയാണെങ്കിലും പീഡിപ്പിക്കുന്നു പറഞ്ഞല്ലോ. ഇവിടുന്ന് പോകുന്ന പുരുഷന്മാരെ കഥയൊക്കെ ഇപ്പൊ നമുക്ക് ഏകദേശം ധാരണയുള്ള വിഷയം. അയ്യപ്പന്മാരല്ല പറഞ്ഞത് അല്ല. ഇത് വ്രതം എടുക്കണം. എല്ലാരും ഗൃഹസ്ഥരായിട്ടാണ് ഈ വ്രതം എടുത്ത് പോകുന്നത്. ആ വ്രതം എടുത്ത് പോകുന്നതിനെ ഒരു വിഘ്നം വരുത്തുന്ന രീതിയിൽ ഒരിക്കലും അത് പോകണ്ട എന്നുള്ള രീതി തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത് ഉണ്ടായിരിക്കാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ വ്രതം മുടക്കേണ്ട ഒരു ആവശ്യമില്ല. അതിന് കാരണം ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ മുഴുവനാക്കിയിട്ട് പറഞ്ഞോളൂ. നോമ്പെടുക്കുന്ന സമയങ്ങളിൽ
നിൽക്കുന്ന നമ്മൾ ആളുകളെ തന്നെ ആ ചർച്ച ചെയ്തതാണ് സമയത്ത് മുത്തലാഖിന്റെ വിഷയം. നോമ്പില്ലാർക്ക് നമ്മൾ ഭക്ഷണം- തന്നെ അത് ചർച്ച ചെയ്തതല്ല. മുത്തലാഖല്ല പറഞ്ഞത്. അല്ല, ഷീബ അവിടെ ഇതുവരെ പറഞ്ഞതില്ലെന്ന്. അല്ല, ഷീബ അതിനോട് ഇതുവരെ പറഞ്ഞതിൽ അല്ല, ഒന്നിച്ച് വിദ്യയ്ക്ക് സംശയമുണ്ട്, അല്ല, വിദ്യയ്ക്ക് സംശയമുണ്ട്, ഒന്നിച്ച് എനിക്ക് പോകുന്നൊരു സംശയമുണ്ട്, കാര്യം എനിക്ക് പറഞ്ഞത്. സംശയമുണ്ട്. ആ ഞാൻ വരുന്നു. നോമ്പെടുക്കുന്നത് എന്തുകൊണ്ട് ഭക്ഷണം കൊടുത്താൽ നോമ്പ് മുറിയില്ലല്ലോ? എന്റെ ഒരു സംശയം ചോദിച്ചു. അതാണ് ഞാൻ ചോദിച്ചത്. എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. നിലവിൽ ഒരു മിനിറ്റ് നിലവിൽ ബ്രഹ്മചര്യ വ്രതം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് യുവതികളെ നിഷേധിക്കുന്നതെന്ന് പറഞ്ഞു. ആരുടെ ബ്രഹ്മചര്യ വ്രതം തടസ്സപ്പെടാതിരിക്കാൻ? അയ്യപ്പന്റെ പോകുന്ന അയ്യപ്പന്റെ ബ്രഹ്മചര്യ വ്രതം തടസ്സപ്പെടാതിരിക്കാൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായുള്ള ഒരു സമയം വെച്ചൂടെ? ഇരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്ത്രീയുടെ ദർശനം കൊണ്ട് ബ്രഹ്മചര്യ വ്രതം അയ്യപ്പന് നഷ്ടപ്പെടരുതെന്നാണോ വാദിക്കുന്നത്? അതോ ബ്രഹ്മചര്യ വ്രതമുള്ളവർ മാത്രമേ ശബരിമലയിൽ എത്താൻ പാടുള്ളൂ എന്നാണോ വാദിക്കുന്നത്? അങ്ങനെയാണ് പറഞ്ഞിട്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പുരുഷനേക്കാൾ ആ യോഗ്യത സ്ത്രീക്കായിരിക്കുമല്ലോ. തീർച്ചയായും. നഗ്നമായ പുരുഷന്റെ മാരണം കണ്ടാൽ സ്ത്രീയുടെ ബ്രഹ്മചര്യം പൊട്ടിപ്പോവില്ലല്ലോ മാഡം. അങ്ങനെയൊന്നും പോവില്ല. അങ്ങനെയാണെങ്കിൽ പുരുഷനല്ലേ ഇത് ഏറ്റവും കൂടുതൽ പുരുഷനും പോവില്ല, വ്രതമാണെങ്കിൽ പോവില്ല, വിശ്വാസിയുടെ വ്രതം പോവില്ല. കുഴപ്പമുള്ളത് പുരുഷനാണ്. നോക്കൂ നിർമ്മല മാഡം നോക്കൂ, ചർച്ചയുടെ വളരെ പ്രസക്തമായ ഭാഗം. ശബരിമലയിലെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പ സ്വാമിയുടെ അടുത്തേക്ക് പോകാൻ ബ്രഹ്മചര്യ വ്രതം ഏറ്റവും കൂടുതൽ അനുഷ്ഠിക്കാൻ യോഗ്യതയുള്ളത് പുരുഷനാണോ സ്ത്രീക്കാണോ? രണ്ടു കൂട്ടർക്കും ബ്രഹ്മചര്യം തന്നെയാണ്. അതിൽ വയസ്സിന്റെ ഒരു നിബന്ധന ഏർപ്പെടുത്തേണ്ടതില്ല. ഞാൻ തിരിച്ചങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ. 18 വയസ്സാണ് മാരേജിന്റെ പ്രായം നമ്മൾ അനുവദിച്ചത്. ശിവ പറഞ്ഞു ബയോളജിക്കലായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ്. ഇതുപോലെ തന്നെ ബയോളജിക്കലായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വെച്ചിരിക്കുന്നത് വിശ്വാസികൾ ഞാൻ നേരത്തെ പറഞ്ഞ നഷ്ടപ്പെടുമെങ്കിൽ നഷ്ടപ്പെടാത്ത സ്ത്രീക്കാണ് പുരുഷനേക്കാൾ ഇന്ദ്രിയ നിഗ്രഹത്തിനും ഇന്ദ്രിയ നിയന്ത്രണത്തിനുമുള്ള അധികാരവും ശേഷിയും കൂടുതൽ. വെറുതെ തൊടിന്യായം അല്ല, ശബരിമലയിൽ അങ്ങനെ ഒരു ഇപ്പൊ പറഞ്ഞു തിരുമേനി പറഞ്ഞ പോലെ നിയമം വെച്ചിട്ടുണ്ട് അവിടെ. ആ നിയമമാണ് നമ്മൾ അനുശാസിക്കുന്നത്. അവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയായ ആ നിയമമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോ ഇവിടെ ഇല്ലാതെയാവുന്നത്. അങ്ങനെ എല്ലാ നിയമങ്ങളും നമ്മൾ അങ്ങനെ ഇല്ലാതാക്കാനുള്ളതല്ല. നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ പറയുന്നത് വിശ്വാസപ്രകാരം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മളവിടെ എന്തുകൊണ്ട് ശബരിമലയിൽ കയറിക്കൂടാ? അത് ഇപ്പൊ ഈ ചർച്ച നടക്കുന്ന സാഹചര്യത്തില് ശ്രീ ധർമ്മശാസ്താവ് തന്നെ ഈ പ്രായത്തിലുള്ള സ്ത്രീകള് എന്നെ കാണാൻ വരരുത് എന്ന് പറഞ്ഞതായിട്ടാണ് ഐതിഹ്യവും വിശ്വാസവും. അതുകൊണ്ട് തന്നെയാണ് വെറുതെ ഒരു ബഹളം ഉണ്ടാക്കാൻ വേണ്ടി കുറെ സ്ത്രീകൾ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഈ നാട്ടിൽ നമുക്ക് മറ്റു ഇങ്ങനെ ധർമ്മശാസ്താവോ പന്തളം രാജാവിനോട് പറഞ്ഞതായി ആരും പറയാത്തത് കൊണ്ട് ഇതിനെ കൗണ്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതിങ്ങനെ പലതും ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഭാര്യയും ഭർത്താവും പല രഹസ്യങ്ങളും പറയാറുണ്ട്. എല്ലാവർക്കും അറിയാൻ പറ്റുമോ? നമ്മുടെ ചർച്ചയുടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് സ്ത്രീയോ പുരുഷനോ എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഭാഗം ആളുകൾക്ക്, അവരെ ഞാൻ 3 എന്ന് വിളിക്കില്ല, അവര് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവര് സ്വതന്ത്ര ലൈംഗികതയുള്ളവരെന്നോ സ്വതന്ത്ര ലിംഗമുള്ളവരോ രണ്ടാണെങ്കിൽ പോലും അവർക്ക് ശബരിമല പ്രവേശനം ആകാമോ പാടില്ലേ? ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗമായിട്ട് കാണാൻ പറ്റില്ല. ട്രാൻസ്ജെൻഡേഴ്സ് തന്നെ ഒരു 3-4 മെയിൽ ടു ഫീമെയിൽ, ഫീമെയിൽ ടു മെയിൽ ഒക്കെ ഉണ്ട്, വിധങ്ങളുണ്ട്. മാത്രമല്ല ഭാരതത്തിൽ തന്നെ അവർക്കായിട്ട് നിയമം ഇതുവരെ അതുകൊണ്ട് തന്നെ ഇത് പരിശോധിക്കാൻ അതിനെ പ്രാപ്തയല്ല. അത് ചെയ്യേണ്ടത് അത് ഈ പറഞ്ഞ പോലെ നിയമങ്ങളും ഒക്കെ പാലിക്കുന്ന ആളുകളാണ്. അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. അത് ആ വിഷയം പരാമർശം പോലും ഇല്ലല്ലോ. വർജിക്കപ്പെടേണ്ടവരുടെ കൂട്ടത്തിൽ ട്രാൻസ്ജെൻഡർ ഉണ്ടോ? ഒരു മിനിറ്റ് സാറ്, ഈ 25 കാര്യം മാത്രമല്ല, ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിരവധി കാരണങ്ങളുണ്ട്, നിരവധി അവിടുത്തെ പ്രതിഷ്ഠാസങ്കല്പം അല്ലെങ്കിൽ വിഷയങ്ങൾ, ഞാൻ അനവധി അതൊക്കെ നമ്മുടെ വിഷയത്തിൽ മാത്രമാണ്. ഈ വിഷയത്തിലേക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞ ഒരു ക്ഷേത്രത്തിലെ ആചാരങ്ങളോ ചിട്ടകളോ നിയമങ്ങളോ നിശ്ചയിക്കുന്നത് നിരവധി കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ചിന്തിച്ചിട്ടാണ്. ആ കാരണങ്ങളിലെ വിവരമുള്ള ആളുകൾ, അതിൻ്റെ ശാസ്ത്രജ്ഞന്മാരായ, ക്ഷേത്രത്തിൻ്റെ കാര്യം ക്ഷേത്രത്തിൻ്റെ ആളുകൾ, ഒരു പാർട്ടിയുടെ കാര്യമാണ് അവരുടെ ആളുകളെ തീരുമാനിക്കുക. അതേമാതിരി ക്ഷേത്രത്തിൻ്റെ വിഷയങ്ങളിൽ ക്ഷേത്ര വിഷയത്തിൽ അത് മാറ്റാനുള്ള അതിന് എങ്ങനെയാണ് വേണ്ടത് ചിന്തിച്ചിട്ട് തീരുമാനിക്കാനുള്ള ഒരു വിഷയം അവിടെ പറഞ്ഞിട്ടുണ്ട്. നിയമങ്ങൾ വരുന്ന സമയത്ത് നിയമങ്ങളെ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ശബരിമലയിൽ സ്ത്രീകൾക്ക് ശബരിമല അയ്യപ്പനാണെങ്കിൽ എല്ലാ സ്ത്രീകളും ഇനി അങ്ങോട്ട് പോവാൻ നിയമം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു കൂട്ട ബലാത്സംഗം ആ കാട്ടിൽ നടക്കും.
എന്നുവെച്ചാൽ ഈ പോകുന്ന അയ്യപ്പന്മാരായിരിക്കുമല്ലോ അത് ചെയ്യേണ്ടി വരിക. അതാണ് അത് വേണ്ടല്ലോ. നമ്മൾ അയ്യപ്പന്മാർ ബലാത്സംഗം ചെയ്തവരാ, സ്വാമി അംഗീകരിക്കുന്നുണ്ടോ ഈ വാദത്തോട്? സ്വാമി അംഗീകരിക്കുന്നുണ്ടോ ഈ വാദത്തോട്? സ്ത്രീകൾ മാറ്റി നിർത്താനുള്ള നിരവധി കാരണങ്ങൾ വിഷയങ്ങളിൽ ഒരു 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 ഇത് മാത്രമാണ് സഹോദരി പറഞ്ഞ വിഷയം. ഒരു അവരുടേതായ ഒരു പൊതുധാരണയുള്ള ഒരു സന്ദേഹം മാത്രം. ആ വിഷയം ഹൈലൈറ്റ് ചെയ്ത് അതിന്റെ ഒരു വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നാളിതുവരെയുള്ള അനാചാരങ്ങൾ നിർത്തലാക്കിയ പാർലമെന്റിന്റെയും ഇതിനു മുമ്പ് ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് മുമ്പുള്ള ബ്രിട്ടീഷ് പാർലമെന്റിന്റെയും നിയമങ്ങൾ അതാത് മതവിദഗ്ധരുണ്ടാക്കിയതാണോ? അല്ല, അത് അവരായിട്ട് ചർച്ച ചെയ്തല്ലോ. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച സമയത്ത് ഈ ആചാര്യന്മാരായിട്ട് ചിത്തിരി തിരുനാൾ മഹാരാജാവ് ചർച്ച ചെയ്തതിന് രേഖകളുണ്ട്. അവരൊക്കെ ആ ക്ഷേത്രത്തിന്റെ വിഷയമായിട്ട് ചർച്ച ചെയ്തിട്ടാ, ക്ഷേത്രജ്ഞന്മാരായിട്ട് ചർച്ച ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്കുള്ള പ്രവേശനം, ഇവർക്കുള്ള പ്രവേശനം സാധ്യമാക്കാൻ അടുത്തത് എന്ത് ചെയ്യണമെന്നാണ് ഷീബ? ഷീബയ്ക്ക് പോകണം താല്പര്യമില്ല, നിത്യയ്ക്ക് പോകണം താല്പര്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ട്രാൻസ്ജെൻഡർ അവർക്കും പിന്നെ അയ്യപ്പ സ്വാമിനെ കാണണമെന്ന് ആഗ്രഹം, അല്ലെങ്കിൽ ആ മലയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കും പോകണം. ആർക്കൊക്കെയാണോ ക്ഷേത്രത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്നത് അവർക്കൊക്കെ പോകാനുള്ള ഇടമായിട്ടത് മാറണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിന് സമയമായിട്ടില്ല. എപ്പോഴാകും സർ? ഞാൻ എൻ്റെ ഒരു കൺക്ലൂഷൻ അങ്ങോട്ട് പറഞ്ഞു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന, സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടപ്പെട്ടിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. വിശ്വാസികൾ അങ്ങേയറ്റം വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന മറ്റേ ശബരിമല അയ്യപ്പസ്വാമി പണ്ട് ബോംബെ ആയിരുന്നു സർ, ഇപ്പൊ മുംബൈ ആയി. വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. പണ്ട് മദ്രാസ് ചെന്നൈ ആയി, അതേപോലെ കരുതിയാൽ മതി. അതുകൊണ്ട് ആ മറ്റേ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള സ്ത്രീകളുടെ പ്രവേശനം മാത്രം പ്രൊജക്റ്റ് ചെയ്തിട്ട് വരാതെ ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന്, അതിനെ സ്വാമി അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. ഇതിൽ യുവതികളെ ആരാണ് ഇനി ആശ്വസിപ്പിക്കേണ്ടത്? സ്വാമി അയ്യപ്പനാണോ മാളികപ്പുറത്തമ്മയാണോ എന്നൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. മാളികപ്പുറത്തമ്മയുടെ മുൻപിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾ പാഴായി എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പാഴായ ഏറ്റവും വലിയ പ്രാർത്ഥന ഒരുപക്ഷെ മാളികപ്പുറത്തമ്മയുടെ ആവില്ലേ? വീണ്ടും അടുത്തയാഴ്ച എത്താം. അതുവരെ നന്ദി, നമസ്കാരം.